Hello all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെസ്റ്റിന്റെ സൊല്യൂഷൻ ആണ്. അതായത് നമ്മൾ ടെസ്റ്റിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തു. നമ്മളിപ്പോൾ 3 ടെസ്റ്റാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾ കൂടുതൽ ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ആദ്യം ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഒരു ഓർഡറിലല്ല ഞാൻ എടുക്കുന്നത്. ഡൗട്ട്സ് വന്ന ആ ഒരു ഓർഡറിലാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടായിരുന്നു. കൺസിഡർ ദി ഫോളോയിങ് സർക്യൂട്ട്. അതിൽ വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് ദി വോൾട്ടേജ് സോഴ്സ്. ഇതൊരു 50 വോൾട്ട് സോഴ്സ് ആണ്. ഈ 50 വോൾട്ട് സോഴ്സുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പവർ എന്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു എന്താണ് അസോസിയേറ്റ് ചെയ്യുന്ന പവർ, വാട്ട് ഈസ് ദ പവർ അബ്സോർബ്, വാട്ട് ഈസ് ദ പവർ ഡെലിവേർഡ്, പവർ അസോസിയേറ്റഡ്. ഈ 3 രീതിയിൽ നമ്മൾ പഠിച്ചു. പാസീവ് സൈഡ് കൺവെൻഷൻ പഠിച്ചു അല്ലേ. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇതിന്റെ പവർ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഓരോന്നുമായി അസോസിയേറ്റ് ചെയ്യുന്ന പവറിന്റെ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് P50, അതായത് 50 വോൾട്ട് സോഴ്സിൽ അസോസിയേറ്റ് ചെയ്യുന്ന പവർ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്കറിയാം P50 എന്ന് പറയുന്നത് ഇവിടെ 50 വോൾട്ട് സോഴ്സ് ആണ്. അപ്പം ഏതൊരു ഇതിൻ്റെ ആണെങ്കിലും വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്നറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു I ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്, I കണ്ടുപിടിക്കുക. ആ I എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, IX ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വേണമെങ്കിൽ എനിക്കിവിടെ IX എന്ന് വേണമെങ്കിൽ പറയാം, IX. അപ്പോൾ ഇവിടെ കുറച്ചുപേർക്ക് ഡൗട്ട് വന്നത് ഈ പറയുന്ന ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളപ്പോഴാണ്. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ IX കണ്ടുപിടിക്കണം. IX പല രീതിയിൽ കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു നോഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇതാണ് നോഡ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V minus 50 by 10 പ്ലസ് V plus 25 by 5 ഈക്വൽ ടു എന്താണ്, 5IX ആണ്. ഈക്വൽ ടു 5IX. ഇവിടെ വാട്ട് ഈസ് IX എന്ന് പറയുന്നത് ഈ കറണ്ട് ആണ്. ഇവിടെയാണ് പലർക്കും ഡൗട്ട് ഉണ്ടാവുക. ഈ കറണ്ട് ആണ് IX എന്ന് പറയുന്നത്, അതായത് നോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇങ്ങനെയാണ് കറണ്ട് IX ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ ഡിപെൻഡന്റ് സോഴ്സ് എന്താണ്, ഈ ഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് 5IX ആണ്. അപ്പൊ ഈ ഡയറക്ഷനിലാണ് എന്ത്, ഈ ഒരു ഡിപെൻഡന്റ് കറണ്ട് സോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ IX എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, IX is nothing but ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് V ബൈ 10 ആണ് IX എന്ന് പറയുന്നത്. ഇത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ഹിയർ ഇസ് V minus 50 plus 2V plus 50 ഈക്വൽ ടു 10 50IX ആണ്. 50IX ആണ്. 50IX വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് V ബൈ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് ഐ ഗെറ്റ് ഇസ് 3V is equal to 250 minus 5V, or V is equal to 250 by 8 ആണ് എന്ത്, വോൾട്ടേജ്. ഈ ഒരു നോഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 by 8 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ്? പവർ അസോസിയേറ്റഡ് നമ്മൾ പറഞ്ഞു ഈ കറണ്ട് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് IX? ഈ IX കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, സോ പവർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 50 മൈനസ് V എന്ത് കിട്ടി, 250 by 8 by 10 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 മൈനസ് 250 150 by 80 എന്ന് വരും. ഓർ ഇസ് ഈക്വൽ ടു 15 by 8 എന്ന് വരും എന്ത്, IX എന്ന് പറയുന്നത്. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 15 by 8 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റഫ്ലി അറൌണ്ട് 93.75 ആണ്. 93.75 ആണ് എന്ത്, നമ്മുടെ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഞാൻ 1-2 കേസസ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ഇസ് പ്രെറ്റി സ്ട്രെയിറ്റ് ഫോർവേഡ്. എന്താണ് ആൻസർ? ദാറ്റ് ഈസ് 93.75 വാട്ട്സ് ആണ് നമ്മുടെ പവർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് ദി വോൾട്ടേജ് സോഴ്സ് ആണ്. നമ്മളിത് കണ്ടുപിടിച്ചു. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദി പവർ delivered by 50 വോൾട്ട് സോഴ്സ് എന്നായിരുന്നു എങ്കിൽ എന്തായിരുന്നു അതിന്റെ ആൻസർ? പവർ ഡെലിവറി ആണ്. പവർ ഡെലിവറി നമ്മൾ പാസീവ് സൈൻ കൺവെൻഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അങ്ങനെ കറണ്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി ഡെലിവറിങ് പവർ അല്ലേ. സോ ഇവിടെ 50 ഇൻറ്റു 15 by 8 എന്ന് വരും, 750 by 8. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 93.75. ഇത് ആക്ച്വലി എന്ത് ചെയ്യാണ്, പവർ ഇസ് ഡെലിവറി ആണ്. അതായത് നമുക്ക് പറയാം, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഡെലിവേർഡ് ബൈ 50 വോൾട്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ,
or I can say that it is nothing but plus 93.75 അല്ലെങ്കിൽ 93 roughly around 93 to 94 watts ആണ് എന്ത് പവർ ഡെലിവേർഡ് ബൈ ദി 50 വോൾട്ട് സോഴ്സ്. ഇത് ഡെലിവർ ചെയ്യുന്ന പവർ. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പവർ അബ്സോർബ്ഡ് ബൈ 50 വോൾട്ട് എനർജി സോഴ്സിന്റെ ആൻസർ എന്തായിരിക്കണം? നിങ്ങളുടെ ആൻസർ ഷുഡ് ബി പവർ അബ്സോർബ്ഡ് is equal to minus 93.75. ഇത് ആ പാസീവ് സൈൻ കൺവെൻഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രണ്ടാമത് എടുത്ത് പറഞ്ഞതാണ് ഈ ഒരു കാര്യം, മറക്കരുത്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ പവർ അബ്സോർബ്ഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അസോസിയേറ്റിന് പകരം വാട്ട് ഈസ് ദ പവർ അബ്സോർബ്ഡ് എന്നാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഒരു സർക്യൂട്ട് ആക്ച്വലി റിയലൈസ് ചെയ്യുമ്പോൾ ഈ 50 വോൾട്ട് സോഴ്സ് എന്ത് ചെയ്യുന്നില്ല? പവർ അബ്സോർബ് ചെയ്യുന്നില്ല, മറിച്ച് പവർ ഡെലിവർ ചെയ്യുകയാണ്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് അബ്സോർബ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു മൈനസ് ഇടുന്നത്. സോ മൈനസ് 93.75 അബ്സോർബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ആൻസർ 93.75 വാട്ട് ഇസ് ഡെലിവേർഡ് എന്നാണ് അർത്ഥം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ ചോദിക്കാം. നമുക്ക് ഇതിൽ എന്ത് കിട്ടി? ഈ പറയുന്ന പവർ അസോസിയേറ്റഡ് വിത്ത് 50 വോൾട്ട് സോഴ്സ് കിട്ടി. ഇനി ഇതിന് പകരം അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് ദി 25 വോൾട്ട് സോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അപ്പോഴും എന്ത് തന്നെയാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഈ കറണ്ട് അല്ലെ, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു ദാറ്റ് ഇസ് 25 വോൾട്ട് ദാറ്റ് ഇസ് 25 വോൾട്ട് ഇൻറ്റു ഐ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ഈ കറണ്ട് ആണ് വേണ്ടത്, ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. ഇതിൽ നിന്ന് ഡെലിവറി ചെയ്യുന്ന കറണ്ട് നമുക്ക് എന്ത് പറയാം? സോ ഐ ഇസ് ഈക്വൽ ടു വി പ്ലസ് 25 by 5 ആണ്. ഓർ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പവർ അസോസിയേറ്റഡ് വിത്ത് 25 വോൾട്ട് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇവിടുത്തെ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഇസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്? സോ ഹിയർ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 25 ആണ്, ഇതിൽ തന്നിട്ടുണ്ട്, ഇൻറ്റു വി പ്ലസ് 25 by 5. So that is equal to 5 times V plus 25. V plus 25 എന്ന് പറയുമ്പോൾ what is V? V നമുക്ക് ഓൾറെഡി കിട്ടി 250 by 8 plus 25. So that is equal to കിട്ടാൻ പോകുന്നത് roughly around 281.75 അങ്ങനെ എന്തോ റഫ് വാല്യൂ ആണ്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിലും നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് 25 വോൾട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സോഴ്സ് ആണെങ്കിൽ ആൻസർ എന്താണ്? 281.75 വാട്ട്സ് എന്നുള്ളതാണ്. റഫ്ലി അറൗണ്ട് ആ ഒരു വാല്യൂവിൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം പവർ ഇതിലൂടെയുള്ള പവർ, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വി പ്ലസ് 25. B plus 25 by 5 ആണ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. അത് ഇൻറ്റു ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന പവർ അസോസിയേറ്റഡ് വിത്ത് 25 വോൾട്ട് സോഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിലും ക്വസ്റ്റ്യൻ പവർ അബ്സോർബ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എങ്ങനെ? വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് ആണ് എങ്ങനെ? വാട്ട് ഈസ് ദ പവർ ഡെലിവേർഡ് ആണെങ്കിൽ എങ്ങനെ? ഇതെല്ലാമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് ഇവിടെ 25 വോൾട്ട് സോഴ്സ്, 25 വോൾട്ടിലുള്ള ഇൻഡിപെൻഡന്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സിനുമായി അസോസിയേറ്റ് ചെയ്യുന്ന പവർ എന്താണ്? നമ്മൾ ഓൾറെഡി തന്നെ ഇവിടെ എന്ത് കണ്ടുപിടിച്ചു? ഈ പറയുന്ന വി നമ്മൾക്ക് അറിയാം. വി എന്ന് പറയുന്നത് എന്താണ്? പൊളാരിറ്റി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന വി പ്ലസ് 25 by 5 ആണ് എന്ത്? ഇസ് ഈക്വൽ ടു ഐ. ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്ന ഐ എന്ന് പറയുന്നത് എന്താണ്? വി പ്ലസ് 25 by 5 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് P25? നമ്മളിപ്പോൾ എഴുതിയത് തന്നെയാണ് എന്ത്? വി പ്ലസ് 25 by 5 ഇൻറ്റു ഇതിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലേ? ഈ പറയുന്ന കറണ്ട് നമുക്ക് കിട്ടി ഇൻറ്റു 25. ദാറ്റ് ഈസ് 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5V plus 125 എന്ന് കിട്ടും. ഓർ വാട്ട് ഈസ് V? 5 into 125 by 4 ആണ്, പ്ലസ് 125 ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആൻസർ ഇസ് 281.25 വാട്ട്സ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് കറണ്ട് ഇൻ RL.
for the circuit shown below. Comparatively ആർക്കും അങ്ങനെ വലിയ ഡൗട്ട് ഇല്ലാത്തതാണ്, കാരണം നമ്മൾ ക്ലാസ്സിൽ ഇതേപോലത്തെ ഒരുപാട് ടൈപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ എന്താണ്, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. ഇതെന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ സൂപ്പർപോസിഷനോ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, ആകെ നമുക്ക് എന്തുണ്ട് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കൊരു നോഡ് കിടപ്പുണ്ട് അല്ലേ, ഇറ്റ് ഇസ് കോമൺ ഫോർ ഓൾ. അപ്പോൾ നോഡിൽ ഇക്വേഷൻ എങ്ങനെ വരും, v minus 2/1 plus v minus 1/1, because this is 1 ohm, this is 2 volt, this is 1 volt, this is 1 ohm, load resistance ആണ്, ഇത് 1 ohm ആണ്, ഇത് 1 ampere ആണ് അല്ലേ. സോ v minus 2/1 plus v minus 1/1 plus v by 1 is equal to 1 ampere. 1 ampere എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ആ നോഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 3v minus 3 equal to 1 എന്ന് കിട്ടും, or v is equal to 4/3 എന്ന് കിട്ടും. സോ v 4/3 ആണ്. കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ RL, ഇതാണ് RL എന്ന് പറയുന്നത് അല്ലേ. വാട്ട് ഈസ് ദ കറണ്ട് ഇൻ RL, IRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലേ, അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു v minus 1/1 ohm ആണെന്ത് IR എന്ന് പറയുന്നത്. v എത്ര കിട്ടി നമുക്ക്, 4/3 minus 1 is equal to 1/3, that is equal to 0.33 ampere ആണ് എന്ത് ഈ പറയുന്ന ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് സി, അതായത് 0.333 ആണ് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനിൽ RL കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. കുറച്ച് പേര് തെറ്റിക്കുകയും ചെയ്തു ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇവിടെ in the circuit shown below, what is the value of RL for maximum power transfer? ഈ ഒരു ക്വസ്റ്റ്യനിൽ 2-3 കാര്യങ്ങളുണ്ട്. നമ്മളന്ന് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ സ്പെഷ്യൽ കേസ് പഠിച്ചായിരുന്നു അല്ലേ. എന്തായിരുന്നു സ്പെഷ്യൽ കേസ്, നമ്മൾ പറഞ്ഞു ഈ RL എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ അല്ലാത്ത സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വേരിയബിൾ ആയിട്ട് വരികയാണെങ്കിൽ, അതായത് ഇത് കോൺസ്റ്റന്റ് ആയിരുന്നുകൊണ്ട് ബാക്കി ഈ സർക്യൂട്ടിൽ ഏതെങ്കിലും വേരിയബിൾ ആയിട്ട് വരികയാണെങ്കിൽ വി കനോട്ട് അപ്ലൈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഇത് വേരിയബിൾ ആണെന്ന് തന്നിട്ടില്ലെങ്കിൽ പോലും എന്താണ്, വേറെ ഒന്നും വേരിയബിൾ അല്ലോ. സോ നമുക്ക് MPT തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വേരിയബിൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഇൻ കേസ് ബാക്കിയൊന്നും വേരിയബിൾ അല്ല എങ്കിൽ നമുക്കിത് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായിരുന്നു കുറച്ച് പേരുടെ ഡൗട്ട്. നമ്മൾ അന്ന് തന്നെ അത് സ്പെഷ്യൽ കേസായിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇനി in the circuit shown below, RL will absorb maximum power. അതായത് RLന്റെ മാക്സിമം പവർ ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് ഈ ഒരു സർക്യൂട്ടിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്ന എപ്പോഴാണ്, മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്ന എപ്പോഴാണ്, when this entire circuit, ഈ ഒരു എൻറ്റയർ സർക്യൂട്ടിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RL ന് ഈക്വൽ ആകുമ്പോൾ, ദാറ്റ് ഈസ് R equivalent is equal to R ആകുമ്പോഴാണ് എന്ത് പറ്റുന്നത്, മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. അത് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് RL. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താണ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ RL is equal to RTH ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുക, അറ്റ് MPT അല്ലെങ്കിൽ RL equal to RTH ആകുമ്പോൾ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കും എന്ന് പറയാം. നമ്മൾ RTH എങ്ങനെ കണ്ടുപിടിക്കുന്നത്, കണ്ടുപിടിക്കുന്നത് നമ്മൾ തെവെനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസ് തന്നെയാണ്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ ഇതിനെ വാല്യൂസ് എടുക്കുന്നു, ഇതിൽ 15 ആൻഡ് ദെൻ ഇതിലെടുത്തു, എന്നിട്ട് ഇതായിരുന്നു നമ്മുടെ എന്ത് AB, അല്ലെങ്കിൽ നമ്മൾ RL നോക്കുന്നത് വിചാരിക്കുക. പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒന്ന്, ഇവിടെ നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡൻസ്, നമ്മുടെ അവിടെയുള്ള സോഴ്സസിന്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം, അതിൻ്റെതായ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇവിടെ ഒബ്വിയസ്ലി ഇതൊരു കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓപ്പൺ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അത് എങ്ങനെ വരും, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓർ നമുക്ക് പറയാം ഈക്വലന്റ് റെസിസ്റ്റൻസ് വന്ന 10, 15, അത് കഴിഞ്ഞിട്ട് E2 എടുക്കോ, E2 എടുക്കാൻ പാടില്ല, കാരണം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് R equivalent എന്ന് പറയുന്നത്, R equivalent എന്ന് പറയുന്നത് 10 ഉണ്ട്, 15 ഉണ്ട്, പിന്നെ ഇത് 0 ആണ്. സോ RL is equal to 10 plus 15 is equal to 25. ഈ ഒരു 10 ohm ഉണ്ട്, 15 ohm ഉണ്ട്, ഇത് ഷോർട്ട് ആണ്. അപ്പോൾ നമുക്ക് എടുക്കണമെങ്കിൽ RL ഷുഡ് ബി ഈക്വൽ, കാരണം നമുക്കറിയാം RL ഈക്വൽ ടു RTH ആകുമ്പോഴാണ് MPT നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ RL എത്ര കിട്ടും, ഇതിൻ്റെ RTHന് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ RTH എന്ന് പറയുന്നത് എന്താണ്, 25 ആണ്. 25. ഇതിൽ ആൻസർ എന്താണ്, നൺ ഓഫ് ദീസ് ആണ്, കാരണം ഓപ്ഷൻ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 25 ohm. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് D എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു 12 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് 12 ആംപിയർ
and this is B and this is D. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് പോവും? ഇവിടെ 4 ohm, ഇവിടെ 5 ohm പോകുന്നുണ്ട്. സോ ഇവിടേക്ക് പോകുന്നത് 5, 4. അപ്പോൾ ഇവിടേക്ക് പോകുന്നത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട്, അതായത് 4 + 5 9 ആണ്, ഇവിടെയും 5 + 4 9 ആണ്. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും? ഇതും 6 ആംപിയർ ആയിരിക്കും, ഇതും 6 ആംപിയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് വി ബി ഡി ആണ് അല്ലേ? വി ബി മൈനസ് വി ഡി ആണ് നമുക്ക് വേണ്ടത്. എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ±24 വോൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ ±30 വോൾട്ട് ഉണ്ട്. നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേണ്ടത് അല്ലേ? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഡി ഇറ്റ് ഈസ് മൈനസ് പ്ലസ് വീണ്ടും ഇറ്റ് ഈസ് പ്ലസ് മൈനസ് എന്ന് നമുക്ക് പറയാം. ഡി ആൻഡ് ബി 24 30. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി ഡി ആണ്. അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ മൈനസ്, ഇവിടെ നിന്നാണ് മൈനസ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ രണ്ടിനും കൂടി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് വരും? 6 വോൾട്ട് എന്ന് വരും. ആ 6 വോൾട്ട് എങ്ങനെയാണ്? ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് എന്ന് വരും. അങ്ങനെയെങ്കിൽ വി ബി മൈനസ് വി ഡി ഇസ് നത്തിങ് ബട്ട് ആൻസർ -6 വോൾട്ട് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. ഇതിൽ ആ പൊളാരിറ്റി, കാരണം ഇത് ഈ ക്വസ്റ്റ്യനിൽ -5 ഉണ്ട്, 5 ഉണ്ട്, 6 -6. ആൻസർ ഇസ് -6 വോൾട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതും കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് -6 വന്നെന്നുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗൈൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ബേസിക്സ് ക്ലാസ്സിൽ നോക്കിയതാണ്. ഹൗ മച്ച് എനർജി ഡസ് എ 100 watt ഇലക്ട്രിക് ബൾബ് കൺസ്യൂം ഇൻ 12 hours? മാറിപ്പോരുത്, അതിൽ ഓപ്ഷൻസിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൻസർ ഉണ്ട്. അതായത് ഇവിടെ പവർ നമുക്കറിയാം, പവർ = V × I ആണ്. അല്ലെങ്കിൽ എനർജി, ഇവിടെ ചോദിച്ചിരിക്കുന്ന എനർജിയാണ് അല്ലേ? ഇവിടെ പവർ = 100 watts ആണ്. എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം പവർ × ടൈം ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 × 12 hours ആണ്. ഇൻറ്റു ഒരു അവറിൽ എത്രയാണ്? സോ ×12 × 3600 seconds. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4320. ദാറ്റ് ഈസ് 4320 കിലോ ജൂൾ എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൺ ആൻസർ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇതിലെങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 100 × 12 is equal to 1200. 1200 ഇത് വാട്ട്സ്, നമ്പർ ഓഫ് അവേഴ്സ്, വാട്ട് അവർ. സോ ആൻസർ ഇതും ആൻസർ ആണ്. അതേപോലെ തന്നെ 4320 കിലോ ജൂൾ ഇതും ആൻസർ ആണ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 2 and 3. ഇതാണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിൻ്റെ ബേസിക്സ് എല്ലാം നോക്കിയതാണ്, എങ്ങനെ അത് വരുന്നു എന്നെല്ലാം നോക്കിയതാണ്. ഈ ഇക്വേഷൻസ് ഓരോന്നിൻ്റെ യൂണിറ്റ്സ് ഇതെല്ലാം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നോക്കിയതാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മാക്സിമം പവർ ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് അറ്റ് എൻ എഫിഷ്യൻസി ഓഫ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. നമ്മളത് സ്പെഷ്യൽ കേസ് ആയിട്ടും എല്ലാത്തിലും നോക്കിയതാണ്. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം, VS. ഓക്കെ, ഇതാണ് നമ്മുടെ സോഴ്സ് റെസിസ്റ്റൻസ്. നമുക്കിവിടെ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു R ലോഡ്. സോഴ്സ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ എനിക്ക് RS എന്നോ RTH എന്നോ പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു VTH ആണ്. അതിന് ഡൗട്ടൊന്നുമില്ലല്ലോ. സോ ദാറ്റ് ഈസ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് കറണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു I² × RL ആണ്. അറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ നമുക്ക് പറയാം RL ഈസ് ഈക്വൽ ടു RTH. ഇതും ഈക്വൽ ആയിരിക്കണം. സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം അറ്റ് MPT. ഇവിടെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി P ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു I² × RL ആണ്. അല്ല, ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി വാട്ട് ഈസ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? P ഔട്ട്പുട്ട് ബൈ P ഇൻപുട്ട് ആണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഇൻപുട്ട് പവർ? ഇതാണ് നമ്മുടെ സോഴ്സ് അല്ലേ? ഇതിൽ നിന്ന് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് P ഇൻപുട്ട്. സോ P ഇൻപുട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും? P ഇൻപുട്ട് ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ ഇതിലേക്ക് ഡെലിവറി ചെയ്യുന്ന പവറാണ്. ഈ ഇതിൽ നിന്ന് ഡെലിവറി ചെയ്യുന്ന, അതായത് ഈ ടോട്ടൽ കോമ്പിനേഷനിലേക്ക് ഡെലിവറി ചെയ്യുന്ന പവറാണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു I² ×
RL plus RS. So അങ്ങനെയെങ്കിൽ what is efficiency? Efficiency is equal to I square into RL by I square into RL plus RTH എന്ന് കിട്ടും. So that is nothing but RL equal to RTH ആണ് at MPT എന്ന് പറയുമ്പോൾ. അപ്പോൾ efficiency at maximum power transfer എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക? So that is equal to RL by 2RL or equal to RTH by 2RTH or equal to 1 by 2 is equal to 50%. നമ്മൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആൻസർ ഇസ് ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫറിൽ എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? എപ്പോഴും എത്രയേ ഉള്ളൂ? 50% ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു, എന്താണ് അതുകൊണ്ട് തന്നെയാണ് അറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫറിൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പവർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പവർ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും MPTയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. കാരണം എഫിഷ്യൻസി ഈസ് വെരി പുവർ. നമ്മുടെ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സിൽ ഒക്കെയാണ് നമ്മൾ എന്ത് MPT ഉപയോഗിക്കുന്നത്. എനിവേ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്താണ് കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സിൽ നമുക്ക് പലപ്പോഴും കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വരില്ല. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കിർച്ചോഫ്സ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു സർക്യൂട്ട്സ് വിത്ത് പാസീവ് എലമെന്റ്സ്. അത് എന്താണ്? തെറ്റാണ്. കാരണം നമ്മൾ പാസീവ് എലമെന്റ്സിൽ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ദിസ് ഇസ് കറക്റ്റ്. കിർച്ചോഫ്സ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു സർക്യൂട്ട്സ് വിത്ത് ലംപ്ഡ് പാരാമീറ്റേഴ്സ്. അതെന്താണ്? കാരണം നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളതല്ല, ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുപോലെ കിർച്ചോഫ്സ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു സർക്യൂട്ട്സ് വിത്ത് അല്ല, നമ്മുടെ നോൺ ലീനിയർ എലമെന്റ്സിൽ നമുക്ക് കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് എന്താണ്? കിർച്ചോഫ്സ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു സർക്യൂട്ട്സ് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് ഉള്ള സർക്യൂട്ട്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഇസ് ബി. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഇസ് ബി, ഡി ഓൺലി. ഡി മാത്രമാണ് ട്രൂ ഉള്ളത്. അതായത് എന്താണ്? കിർച്ചോഫ്സ് ലോ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു സർക്യൂട്ട് വിത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് 1 കൂളം? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് 1 കൂളം എന്ന് എന്താണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ്? അതുപോലെ തന്നെ ബേസ് ക്വാണ്ടിറ്റീസ് എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു 1 കൂളം ഇസ് ഡിഫൈൻഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ട്രാൻസ്പോർട്ടഡ് ഇൻ 1 സെക്കൻഡ് ബൈ എ കറന്റ് ഓഫ് 1 ആംപിയർ. ആംപിയർ എന്താണ്? ബേസ് യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതുകൊണ്ട് ആൻസർ ഇസ് എ. അടുത്തത് സർക്യൂട്ട് എലമെന്റ്സ് ഡിഫൈൻഡ് ബൈ, ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് എടുത്തപ്പോൾ തന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എന്താണ്? സർക്യൂട്ട് എലമെന്റ്സ് ഡിഫൈൻഡ് ബൈ ഓർഡിനറി ലീനിയർ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഏതിന് മാത്രമാണ് പറ്റുന്നത്? ഈ പറയുന്ന ലംപ്ഡ് നെറ്റ്വർക്ക്, ലീനിയർ എലമെന്റ്സ്, ബൈലാറ്ററൽ എലമെന്റ്സ് ഒക്കെ ആവാം. പക്ഷെ എന്തായിരിക്കാൻ പാടില്ല? ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സിൽ പലപ്പോഴും എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, PDE ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? സോ ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സിന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുക. ഓർഡിനറി ലീനിയർ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർക്യൂട്ട് എലമെന്റ്സ് ഡിഫൈൻഡ് ബൈ ഓർഡിനറി ലീനിയർ കോൺസ്റ്റന്റ് കോയിഫിഷ്യന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ എന്താണ്? ഇറ്റ് ക്യാൻ ബി ലംപ്ഡ് എലമെന്റ്സ്, ലീനിയർ എലമെന്റ്സ്, ബൈലാറ്ററൽ എലമെന്റ്സ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ്, രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് കീഴിലുള്ളൊരു മിസ്റ്റേക്ക് ആണ്. ഇറ്റ് ഇസ് ആൻസർ ഇസ് 2, 3, 4. ഇത് മൂന്നും കറക്റ്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് ആണെങ്കിൽ ദേ ആർ ഡിഫൈൻഡ് ബൈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് 2, 3 and 4 ആണ്. ഓക്കെ, അടുത്തത് അഗൈൻ ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ നേരത്തെ തന്നെ ഐഡിയൽ സോഴ്സും പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഐഡിയൽ സോഴ്സും പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ ഇതെന്തെങ്കിൽ ആർ ഇന്റേണൽ, ഇതാണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് RL. അപ്പോൾ VTH RTH എന്ന് പറഞ്ഞിരുന്നു. ഓർ ഇത് V എന്നും ഇത് ഇന്റേണൽ റെസിസ്റ്റൻസും എനിക്ക് പറയാം. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്താണ്? വാട്ട് ഈസ് ദ കാര ഓഫ് എ വോൾട്ടേജ് സോഴ്സ്? ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കാര എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു V വെസസ് I എന്ന് പറയുമ്പോഴത്തേക്കും ഐഡിയൽ ആണെങ്കിൽ ഇങ്ങനെയാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദി വാല്യൂ ഓഫ് കറന്റ് V റിമെയിൻസ് കോൺസ്റ്റന്റ്. പ്രാക്ടിക്കൽ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാണ്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ
അവൈലബിൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അത് എന്ത് പറ്റും, ആ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് പറ്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് പറ്റും, വി മൈനസ് ഐ ഇൻറ്റു ആർ ആവും. കറണ്ട് കൂടുന്തോറും ഈ ഒരു ടേം ആസച്ച് കൂടും, അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ദ ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ്, ഈ ഡ്രോപ്പ് അതായത് ഇതിന് ഇടയിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ്, അതായത് ഈ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, ഇറ്റ് ഈസ് ഹയസ്റ്റ് വെൻ നോ ലോഡ് ഈസ് അപ്ലൈഡ്, അല്ല, കാരണം നോ ലോഡ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇല്ല. ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദി ടെർമിനൽ വോൾട്ടേജ്, അല്ല, ഇത് ശരിക്കും എന്താണ്, ഇത് കൂടുന്നതിനനുസരിച്ച് ടെർമിനൽ വോൾട്ടേജിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സോഴ്സ്. ഇവിടെ ഇത് മാത്രമാണ് ഓപ്ഷൻ ഉള്ളത്. നമ്മൾ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് ഈ പറയുന്ന ഒരു ലോജിക്ക് മനസ്സിലായാൽ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ഇസ് എ പ്രാക്ടിക്കൽ. ഇതെന്ന് പറയുന്നത് എന്താണ്, ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ ക്യാരിയാണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്, പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പലരും ഇതിന്റെ കീ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരു 16 വോൾട്ട് സോഴ്സ് തന്നിട്ടുണ്ട്. ഇഫ് ദ കറന്റ് ത്രൂ ദി റെസിസ്റ്റർ ആർ ഇസ് 0 എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതൊരു 2 ohm ആണ്, ഇതൊരു 2 ohm ആണ്, ഇതൊരു 2 ohm ആണ്. 16 വോൾട്ട് മൈനസ് പ്ലസ് ഐ ആണ് തന്നിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഫ് ദി കറന്റ് ത്രൂ ദി റെസിസ്റ്റർ ഇസ് 2 ohm, കറന്റ് ത്രൂ ദി റെസിസ്റ്റർ R equal to 2 ohm എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് 0 ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കറണ്ട് ത്രൂ ദി റെസിസ്റ്റൻസ് R is 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പിന്നെ വളരെ സിമ്പിളാണ്. ഈ ഒരു I2 equal to 0 വരണമെങ്കിലുള്ള ഒരേ ഒരു കണ്ടീഷൻ, നമുക്കൊരു റെസിസ്റ്റൻസ് കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിലുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്താണ്, ഒന്നുകിൽ അതിന് എന്തില്ല, ഒരു ക്ലോസ്ഡ് പാത്ത് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ട് അല്ലേ, അതിൻ്റെ അർത്ഥം ഇവിടെ ഈ രണ്ട് പോയിന്റ്സിലും അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിലും ഉണ്ടായിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ ഈക്വൽ. അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ എന്തില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പാർട്ട്. അപ്പം ഇവിടെ ഒരു ലോഡുണ്ട്, അതുപോലെ ഇവിടെ ഒരു 2 ohm ഉണ്ട്, ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതും ഉണ്ട്, നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു കറണ്ട് സോഴ്സും ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 and I ആണ്, മൈനസ് പ്ലസ് 16 വോൾട്ട് ആണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ പറയുന്ന കറണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സിലെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കൂടി കറണ്ട് ഫ്ലോ ആയിരിക്കുള്ളൂ. അതാണ് ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഓർ നമുക്ക് പറയാം ഇങ്ങനെ കറണ്ട് പോകാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ 2 എന്താണ്, സീരീസ് ആണ്. 16/4 ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ദാറ്റ് ഈസ് 16/4 ഈക്വൽ ടു 4 ആംപിയർ എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ദാറ്റ് ഈസ് 4 ആംപിയർ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, ഇപ്പോൾ 4 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു 8 വോൾട്ട് ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓർ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് പ്ലസ് മൈനസ് 8 വോൾട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്, കാരണം കറണ്ട് ഇങ്ങനെയാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതേ പൊട്ടൻഷ്യൽ വരണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, നമുക്ക് ഇവിടെ വേണമെങ്കിലും നോക്കാം. ഇതേ കറണ്ട് തന്നെ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് അവിടെയും 4 ആംപിയർ ആണ്, അപ്പോൾ 8 വോൾട്ട് ഇവിടെ വന്നു, പ്ലസ് മൈനസ് 8 വോൾട്ട്, പ്ലസ് മൈനസ് 8 വോൾട്ട് ഇവിടെ വന്നു. അതേപോലെ തന്നെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് തന്നിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ഇവിടെ മൈനസും ആണ് ഉണ്ടാവുക. ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, പ്ലസ് മൈനസ് മൈനസ് പ്ലസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് പറ്റും, ഈ പറയുന്ന പോലെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഇല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ എന്തുണ്ടാവില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. അങ്ങനെ വരണമെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജും എന്തായേ പറ്റുള്ളൂ, 8 വോൾട്ട് ആയേ പറ്റുള്ളൂ.
എന്തിനാണ്? കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമല്ല, എങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ കൂടി എന്ത് ഫ്ലോ ഇല്ല, ഇവിടെ കൂടി ഞാൻ റെസിസ്റ്റൻസ് കണക്ട് ചെയ്താലും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അങ്ങനെ സെയിം പൊട്ടൻഷ്യൽ ആണെന്നുള്ള ഒറ്റ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ +-8 വോൾട്ട് ആണ്, അതേപോലെ തന്നെ ഇവിടെയും +-8 വോൾട്ട് വരണം. കാരണം കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ 8 വോൾട്ട് വരണമെങ്കിൽ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായേ പറ്റുള്ളൂ? ഇറ്റ് ഷുഡ് ബി, കാരണം ഇത് 2 ഓം ആണ്, ഇത് 2 ഓം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടി എന്ത് കറണ്ട് ഫ്ലോ ചെയ്യണം? 4 ആംപിയർ ഫ്ലോ ചെയ്തേ പറ്റുള്ളൂ. സോ 4 ആംപിയർ ഇങ്ങനെയും ഫ്ലോ ചെയ്യും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I? അപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുക? ഈ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഫ്ലോ ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ കിട്ടുമ്പോൾ, സോ ഇഫ് ദിസ് വാല്യൂ ഇസ് ടേക്കൺ, ഇവിടെ 4 ആംപിയർ കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 4 ആംപിയർ ആയേ പറ്റുള്ളൂ. 4 ആംപിയർ ആയാൽ മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ? ഇവിടെ 8 വോൾട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെയും 8 വോൾട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ 16/4 എന്ന് പറയുന്നത് 16/4 എന്ന് പറയുന്ന 4 ആംപിയർ ഉണ്ടാവുള്ളൂ. ആ 4 ആംപിയർ ഇവിടെ ഫ്ലോ ചെയ്താൽ മാത്രമേ ഇവിടെ 8 വോൾട്ട്, അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ 8 വോൾട്ട് ഉണ്ടാവുള്ളൂ. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവുള്ളൂ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 4 ആംപിയർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ. നമുക്ക് ഒരു സ്റ്റെപ്പ്, ഈ പറയുന്ന ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സ്റ്റെപ്പ് പോലും ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് പലർക്കും ഡൗട്ടുകൾ കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 15. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു? ഒരു 8 വോൾട്ട് ഉണ്ട്, ഒരു 8 വോൾട്ട് സോഴ്സ് ഉണ്ട്. ഹിയർ യു ഹാവ് ഒരു 8 വോൾട്ട് സോഴ്സ് ഉണ്ട്, ഒരു 3 ഓം ഉണ്ട്, അതുപോലെ തന്നെ വീണ്ടും ഒരു 3 ഓം, 16 വോൾട്ട്, 3 ഓം, 24 വോൾട്ട്. ഇതെന്താണ്? ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്? എഗെയിൻ നമുക്ക് ഒന്നിൽ കൂടുതൽ സോഴ്സസ് ഉണ്ട്, സൂപ്പർ പൊസിഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മിൽമാൻസ് തിയറം. മിൽമാൻസ് തിയറത്തിന്റെ നമ്മൾ 3 കേസ് പഠിച്ചു അല്ലേ? അതിൽ തന്നെ ഫസ്റ്റ് കേസ് ആണ് എന്ത്? ഇത് വോൾട്ടേജ് സോഴ്സ് ആണ്. 3 വോൾട്ടേജ് സോഴ്സസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്? അതായത് വേർ യു ഹാവ് അല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സോഴ്സസിന് നമുക്ക് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അത് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. ഇവിടെ 3 സോഴ്സ് ആണ്, ഇവിടെ നമ്മൾ ഇവിടെ ഇപ്പം 4 സോഴ്സ് അല്ലെങ്കിൽ n സോഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു സർക്യൂട്ടിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്തു? ഇറ്റ് ക്യാൻ ബി റീപ്ലേസ് ടു ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈ പറയുന്ന ഇത്രയും സർക്യൂട്ടിന് നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇക്വലന്റ് ഇതിൻ്റെ ഇതിൽ ഒരു RL കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ? VR. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V? V എന്ന് പറയുന്നത് V1 G1. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/R1 ആണ്. സോ V1 G1 പ്ലസ് ഓർ മൈനസ് V2 G2 പ്ലസ് ഓർ മൈനസ് V3 G3 എക്സെട്ര ബൈ G1 പ്ലസ് G2 പ്ലസ് എക്സെട്ര അപ് ടു Gn. ഇതേ ഫോമിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്? ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടാൻ പോകുന്നത് ദാ ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? വെൻ RL ഈക്വൽ ടു 4 എന്നാണ്, RL ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഈക്വൽ റെസിസ്റ്റൻസ് വേണം, ഇക്വൽ വോൾട്ടേജ് സോഴ്സ് വേണം. ഇങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ ഇത് കണക്ട് ചെയ്തു RL എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഏത് രീതിയിലാണ് ചെയ്യാം, പക്ഷേ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മിൽമാൻസ് തിയറം ഫോർ വോൾട്ടേജ് സോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് RV. So what is V here? V is nothing but V1 G1 plus V2 G2 പ്ലസ് എക്സെട്ര, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 3 കേസല്ലേ ഉള്ളൂ. അപ്പോൾ V2 G2 പ്ലസ് V3 G3 ബൈ G1 പ്ലസ് G2 പ്ലസ് G3 ആണ്. മിൽമാൻസ് തിയറം ആണ്. നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഡയറക്ട്ലി മിൽമാൻസ് തിയറം ചോദിച്ചില്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ അഗെയിൻ വാട്ട് ഈസ് R? R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/G1 പ്ലസ് G2 പ്ലസ് G3 ആണ്. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാൻ പെട്ടെന്ന്. സോ വാട്ട് ഈസ് G1 എന്ന് പറയുന്നത് 1/3 ആണ്, 1/R1 ആണ് അല്ലേ? സോ G2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ 1/3. G3 എന്ന് പറയുന്നതും 1/3 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? വാട്ട് ഈസ് V? V എന്ന് പറയുന്നത്, ഈ V എന്ന് പറയുന്നത് എന്താണ്? 8 × 1/3 പ്ലസ് 16 × 1/3 പ്ലസ് 24 × 1/3 the whole divided by 1/3 plus 1/3 plus 1/3. So that is equal to 8 plus 16 plus 24.
the whole divided by 1 ആണ്. So that is ഇതാണ് V എന്ന് പറയുന്ന വാല്യൂ. So that is equal to 48 ആണ് നമ്മുടെ എന്ത് വോൾട്ടേജ്. that is equal to 48 വോൾട്ട്. ഓക്കെ, ഇത്രയും നമുക്ക് 48 എന്ന് കിട്ടും. ഈ ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. V 8/3 പ്ലസ് 16/3 പ്ലസ് 24/3 ഇവിടെ എന്ത് കിട്ടും? സോ 8 പ്ലസ് ബൈ ദ ഹോൾ ഡിവൈഡ് ബൈ 3 കൂടി ഉണ്ട്, സോറി ഇവിടെ ഇൻറ്റു ബൈ 3 കൂടി ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 വോൾട്ട് എന്ന് കിട്ടും. ഇവിടെ 16 വോൾട്ട് ആണ്. ദിസ് ഇസ് 16 വോൾട്ട്. സോ ദിസ് ഇസ് 16 വോൾട്ട് കിട്ടും. ഓക്കെ, 16 വോൾട്ട് എന്ന് കിട്ടും. ഇനി what is R? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is equal to 1/1/3 plus 1/3 plus 1/3 that is equal to 1 തന്നെയാണ്, is equal to 1 ohm തന്നെയാണ്. കണ്ടോ, ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടും, ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. കണ്ടോ, സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കറന്റ് ത്രൂ ദി ലോഡ് റെസിസ്റ്റൻസ് വെൻ R equal to 3. ഇങ്ങനെയാണ്, ഇതാണ് കണ്ടുപിടിക്കാൻ പഠിക്കുന്നത്. സോ I is equal to 16/1 plus 3. 1 plus 3 is equal to 16/4. that is equal to 4 ampere. വളരെ സിമ്പിൾ ആണ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് A, 4 ampere ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മിൽമാൻ തിയറം വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ കിട്ടും. സോ നമ്മൾ മിൽമാൻ തിയറം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പാരലൽ ജനറേറ്റർ തിയറമാണ്, നമ്മൾ കാര്യങ്ങളൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദി, ഓക്കെ, ഇതിൽ ഡയറക്റ്റ്ലി അവർ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വലന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ടിന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു വോൾട്ടേജ് സോഴ്സും ഒരു അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് V ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Z? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്, അവർ ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് V തെവനിൻ ആൻഡ് R തെവനിൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് എന്താണ്, ഏതൊരു സർക്യൂട്ടിനെയും any complex circuit can be represented by a simple equivalent circuit consisting of a single voltage source in series with a resistance, അല്ലെങ്കിൽ in series with an impedance. അതാണ് എന്ത് തെവനിൻ തിയറം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് എന്ത് തന്നെയാണ്? ദിസ് ഇസ് വാട്ട് ദേ ആർ ആസ്കിങ്, VTH ആൻഡ് ദേ ആർ ആസ്കിങ് RTH ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എനിക്കും ഇത് ആരും തിരിച്ചിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ RTH കണ്ടുപിടിക്കണം. RTH കണ്ടുപിടിക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എങ്ങനെയാണ്? നമ്മൾ സോഴ്സസിനെ റിമൂവ് ചെയ്യുക. സോഴ്സസിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഉള്ള ഈക്വൽ റെസിസ്റ്റൻസ് ആണ് RTH എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു RAB. അത് തന്നെയാണ് എന്ത് നമ്മുടെ R ഇക്വലന്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് R ഇക്വലന്റ്? R ഇക്വലന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 30 ohm ഉണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. AB, ദിസ് ഇസ് ഓപ്പൺ സർക്യൂട്ട്, ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 20 ohm ഉണ്ട്. വീണ്ടും ഇവിടെ എന്തുണ്ട്? ഹിയർ യു ഹാവ് എ ഷോർട്ട് സർക്യൂട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 30, ഇവിടെ 20 ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കണ്ടോ 50 ohm ഉണ്ട്. അത് തെറ്റാണ്, 50 ohm അല്ല, ഇവിടെ 50 ohm അല്ല. ആൻസർ എന്താണ്? ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ഈക്വലന്റ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ R ഇക്വലന്റ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു R തെവനിൻ എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ R ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ R തെവനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് മെഷേർഡ് അക്രോസ് ദ 2 terminals of the network with all energy sources replaced by internal resistance. ഇവിടെ നോക്കുമ്പോൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. ആ സമയത്ത് ഉള്ള ബാക്കിയുള്ള എനർജി സോഴ്സിനൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ആൻസർ എന്ത് വരും? ഇങ്ങനെയാണ് വരിക. സോ ദിസ് ഈസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഓർ R ഇക്വലന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ohm ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടുള്ള സമയത്ത് ഈ ഒരു ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണോ അത് തന്നെയാണ് എന്ത് നമ്മുടെ VTH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ആയിരിക്കുമ്പോൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ്? ഇത് രണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് അത് തന്നെയാണ്. ഇത് രണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് അത് എത്രയാണ്? 100 ആണ്. സോ ഡയറക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം 100 volt ആൻഡ് 30 ohm. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ടൈപ്സ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ഇനി വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ഇത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. നമുക്ക് എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ V1/V2. അവർ എങ്ങനെ വേണം തന്നോട്ടെ, നമുക്ക് അതൊരു വിഷയമല്ല. V1 ഇതാണ്, V2 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. You need to find V2/V1. V2/V1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V2/V1 ആണ് നമുക്ക് വേണ്ടത്. V2/V1.
അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ V2 ഉം V1 നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക. നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും 2 വോൾട്ടേജസിന്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെ മറ്റൊരു ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ ടേംസിലോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ടേംസിലോ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടിനെയും വേറെ ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടറുമായിട്ട് എക്സ്പ്രസ് ചെയ്യുക, ഇൻ ടേംസ് ഓഫ് വേറൊരു കോമൺ ഫാക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, V2 by V1 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ബാക്കി എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ് 6 6 6 6 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ റെസിസ്റ്റൻസ് ഓഫ് ഐഡന്റിക്കൽ വാല്യൂ 2 Ohm. നമ്മൾ 2 Ohm ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് 6 തന്നെ എടുത്താലും വി വിൽ ഗെറ്റ് ദി ആൻസർ. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ V1 ഉം V2 ഇൻ ടേംസ് ഓഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ ഞാനൊരു വോൾട്ടേജ് V എന്ന് കൊടുത്തു, ഈ നോഡിൻ്റെ വോൾട്ടേജിനെ ക്യാപിറ്റൽ V എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ പോയിന്റ് അല്ലെങ്കിൽ ആ നോഡിൽ ഇക്വേഷൻ എഴുതുകയാണ്. എനിക്ക് എന്ത് കിട്ടും, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V minus V1 by R പ്ലസ് V by R പ്ലസ് V minus V2 by R ഈക്വൽ ടു 0. ഈ നോഡിലെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ V minus V1 by R plus V by R plus V minus V2 by R ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ എനിക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു 3V is equal to V1 plus V2 എന്ന് കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോഡ് നിങ്ങളൊന്ന് എടുക്കുക. രണ്ടാമത്തെ V2 എടുക്കാം, V2 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ആ ഇക്വേഷൻ എന്താണ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V2 minus V by R plus V2 by R plus V2 by 2R ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നോഡൽ ഇക്വേഷൻ. വളരെ സിമ്പിൾ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2V2 minus V by R plus V2 by 2R ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവർ നമുക്ക് എഴുതാം, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4V2 minus 2V plus V2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5V2 is equal to 2V എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി തന്നെ വേറൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്, 3V is equal to V1 plus V2 എന്ന് പറയുന്നുണ്ട് അല്ലേ. നമുക്ക് V1 ഉം V2ൻ്റെയും ടേംസിലുള്ള റിലേഷൻ ആണ് വേണ്ട. നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യണം, V എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ V is equal to 3 into Vക്ക് വരെ എന്തെന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V is equal to 2.5 അല്ലെ 5/2 V2 ആണ്, into 5/2 V2 ആണ്, മൈനസ് V2 is equal to V1 എന്ന് കിട്ടും. ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 15/2 7.5 V2 minus V2 is equal to V1, or V2 by V1 is equal to V2 by V1 എന്ന് പറയുമ്പോൾ that is equal to 1/6.5 is equal to 10/65. so that is nothing but 10/65 ഏതെങ്കിലും ഒരു ആൻസർ നമുക്ക് ഇവിടെ ഉണ്ട്. that is ഇത് കട്ട് ചെയ്യുക 2/13. so the answer to this question is വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, B 2/13 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. രണ്ട് നോഡൽ ഇക്വേഷൻ എഴുതുക, ഇത് ഏത് എക്സാമിന് വേണോ ചോദിക്കാം, വളരെ സിമ്പിൾ ആണ്. ഈ രണ്ട് നോഡൽ ഇക്വേഷൻ എഴുതുക, നമുക്ക് ഈ ഒരു പോയിന്റിൽ ഈ നോഡ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എന്ത് കിട്ടും, 2/13 എന്നുള്ള ആൻസർ കിട്ടും. ദാറ്റ് ഇസ് 10/65, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 2/13 ആണ് നമ്മുടെ ആൻസർ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 17. ഇനി അഗെയിൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സിൽ വെച്ചിട്ട് നമ്മൾ കുറേ തിയറി നമ്മളിത് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഇതിൽ അല്ലാത്ത സെഷനിൽ നമ്മളിത് പറഞ്ഞിരുന്നില്ല. ഡിസ്ട്രിബ്യൂട്ടഡ് മോഡൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം നമ്മൾ അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു. വേവ് ലെന്തിന് എപ്പോഴും നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് മോഡൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, വെൻ ദ ഫ്രീക്വൻസി ഈസ് ഹൈ, വെൻ ദ വേവ് ലെന്ത് ഇസ്, കാരണം ഒബ്വിയസ്ലി ഫ്രീക്വൻസി കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും, വേവ് ലെന്ത് കുറയാണ്. ഓൾസോ യൂസ്ഡ് ഇൻ വെരി ലോങ് ട്രാൻസ്മിഷൻ ലൈൻ, നമ്മൾ പറഞ്ഞു ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഡി ആണ്. നമ്മൾ ഇതിൻ്റെ തിയറി സെഷൻസ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്. അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ഡിസ്ട്രിബ്യൂട്ടഡ് മോഡൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഹൈ ഫ്രീക്വൻസി ഉള്ള സർക്യൂട്ട്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി വേവ് ലെന്ത് ഇസ് സ്മോൾ അല്ലെങ്കിൽ വേവ് ലെന്ത് ഇസ് ഷോർട്ട് വേവ് ലെന്ത് ആണ്. അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി വെരി ലോങ് ട്രാൻസ്മിഷൻ ലൈനിലും ഹൈ ഫ്രീക്വൻസി വെരി ലോങ് ട്രാൻസ്മിഷൻ ലൈനിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഹൈ ഫ്രീക്വൻസി
ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ വേണമെങ്കിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് മോഡൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓൾ ആർ കറക്റ്റ്, എല്ലാം കറക്റ്റാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാണ്. എല്ലാത്തിനും നമുക്കിത് എൻ്റെ ആൻസർ എഴുതാം. ഓക്കെ. അടുത്തത് അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇൻഫാക്ട് നെറ്റ് ചാർജ് ട്രാൻസ്ഫർ ആണ് ചോദിച്ചിരിക്കുന്നത്. പലതരത്തിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരാം. നെറ്റ് ചാർജ് ട്രാൻസ്ഫർ Q is equal to, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Q is equal to I into T തന്നിട്ടുണ്ട്. 2 ആംപിയർ എന്ന് 3 seconds തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 കൂളംസ് ആണ് ആൻസർ. പക്ഷേ 6 കൂളംസ് അവർ ഒരിടത്തും തന്നിട്ടില്ല അല്ലേ. അതിന് വരെ അവർ തന്നിരിക്കുന്നത് എന്താണ്? 6 കൂളംസ് തന്നിട്ടില്ല. ഇത് 3/2 കൂളം ഉണ്ട്, അതല്ല ആൻസർ. ഇങ്ങനെ തന്നിട്ടുണ്ട് 1.602 into 10 raised to minus 19 കൂളംസ്, അതുമല്ല ആൻസർ. നമുക്ക് തന്നിരിക്കുന്ന ഇൻ ടേംസ് വേറെ എന്താണ്? കൂളംസ്. ഇത് കൂളംസ് ആണോ? അതുമല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ. വേറെ ഒന്നും ഒരു സ്യൂട്ടബിൾ ആൻസർ നമുക്ക് കിട്ടുന്നില്ല. ബാക്കി എല്ലാം കൂളംസ് ആണ് തന്നിരിക്കുന്നത്, ഇത് ഇലക്ട്രോൺസ് ആണ് തന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് 1 കൂളം? 1 കൂളം ഇസ് ദ ചാർജ് പൊസസ്ഡ് ബൈ 6.24 into 10 raised to 18 elementary charges അല്ലേ. അത് പ്രോട്ടോൺസ് ആയിക്കോട്ടെ. ഇതിപ്പം 1 + 1 കൂളം ആയതുകൊണ്ട് ഇത്രയും പ്രോട്ടോൺസിന്റെ, അല്ലെങ്കിൽ -1 കൂളം എന്ന് പറയുന്നത് 6.24 into 10 raised to 18 ഇലക്ട്രോൺസിന്റെ ചാർജ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇവിടെ 6 കൂളംസ് ആണ്. 6 കൂളംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 6 കൂളംസ് is equal to 6 into 6.24 into 10 raised to 18 elementary charges എന്നാണ്. So that is nothing but 37.44 into 10 raised to 18 electrons no protons എന്ന് പറയും, അല്ലെങ്കിൽ elementary charges എന്ന് പറയും. അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഡി ആണ് നമ്മുടെ അതിൻ്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആകെ ഒരു സ്റ്റെപ്പ് പോലും, അല്ലെങ്കിൽ ഇൻഫാക്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും എഴുതാണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിലെ ആൻസറിലേക്ക് എത്താം. ദാറ്റ് ഈസ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമിൻ ദി തെവെനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ RTH കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? RTH കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? RTH ഇസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് across A and B. It is the equivalent resistance measured across A and B with all energy sources. With all energy sources replaced by internal resistance. അതായത് നമുക്ക് ഇതിന് അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് മെഷേർഡ് അക്രോസ് ദ 2 ടെർമിനൽസ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് എങ്ങനെയാണ് മാറുക? ആ സർക്യൂട്ട് മാറുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എ ബി ഇത് ഷോർട്ട് ചെയ്യുക. കാരണം ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഇതിനെ നമ്മൾ ഷോർട്ട് ചെയ്തു, അതാണ് ഈ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് എ ഷോർട്ട് സർക്യൂട്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയും നമ്മൾ ഇവിടെ ഷോർട്ട് ചെയ്തു അല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഇക്വലൻ്റ് കണ്ടുപിടിച്ചു. 3 റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു n ഈക്വൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു പാരലൽ. r റെസിസ്റ്റൻസസ് ഈക്വൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് r/n ആണ്. സോ ഇവിടെ എന്ത് വരും? നമ്മുടെ ഈക്വലൻ്റ് എന്ന് പറയുന്നത് 2/3 ആണ്. 3 എണ്ണമാണ്, അപ്പോൾ 2/3. അതേപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെ വരും? 2/3 എന്ന് വരും. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അന്ന് തന്നെ പറഞ്ഞു എങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എപ്പോഴും നിങ്ങൾ അതിൻ്റെ ടെർമിനൽസ് നോക്കുക. ടെർമിനൽസ് വെച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞു. ആ ടെർമിനൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 2/3. ഈ 2/3യും ഈ 2/3യും പാരലൽ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ R തെവെനിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2/3 പാരലൽ 2/3. അതെന്താണ്? 2 ഈക്വൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.33 Ω. ഇതാണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഈ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ്? ഇത് 3 പാരലാണ്, ഇത് 3 പാരലാണ്, അത് തമ്മിൽ വീണ്ടും പാരലാണ്. അങ്ങനെയെങ്കിൽ 2/3 പാരലൽ 2/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 ഈക്വൽ റെസിസ്റ്റൻസ് പാരലാകുമ്പോൾ വീണ്ടും അതിൻ്റെ പകുതിയായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് R/n എന്നാണ്. കാരണം R equivalent is equal to R/n. When n equal resistances are connected in parallel, R equivalent എന്ന് പറയുന്നത് R/n ആണ്. അത് തന്നെയാണ് ആ ഒരു ഇക്വേഷൻ ആണെങ്കിൽ ഇതും സോൾവ് ചെയ്യാം, അത് തമ്മിലും സോൾവ് ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാരലൽ കോമ്പിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പ വഴി നമ്മളന്ന് പറഞ്ഞിരുന്നത് എന്താണ്? ടെർമിനൽസ് സെയിം ആണോ നോക്കുക. കാരണം ഇതിൻ്റെ 2 ടെർമിനൽസ് ഇത് തന്നെയാണ്, രണ്ടാമത്തെ ടെർമിനൽ ഇസ് ഷോർട്ട് സർക്യൂട്ടഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ. ഇനി അടുത്തത്
ക്വസ്റ്റ്യൻ 21. ക്വസ്റ്റ്യൻ 21 നമുക്ക് എന്താണ് എഗെയിൻ ചോദിച്ചിരിക്കുന്നത്? ഇതും ചിലർക്കൊക്കെ ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എപ്പോഴും ഒരു ഡിപെൻഡൻസ് സോഴ്സ്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിപെൻഡൻസ് സോഴ്സ് ചെയ്താണ്. എന്നാലും ചിലർക്ക് ഇപ്പോഴും ഡിപെൻഡൻസ് സോഴ്സ് വെച്ചൊരു ക്വസ്റ്റ്യനിൽ എപ്പോഴും ഡൗട്ട് വരാറുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഇൻ ദി സർക്യൂട്ട് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് E ഈസ് ഈക്വൽ ടു 20 വോൾട്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. RL ഈക്വൽ ടു 5 ഓം എന്ന് പറയുന്നുണ്ട്. R2 ഈസ് ഈക്വൽ ടു 9 ഓം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് ദി ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്? എപ്പോഴും അപ്പോൾ പവർ അസോസിയേറ്റഡ് വിത്ത് ദി ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് P20 വോൾട്ട് അല്ലേ. P20 വോൾട്ട് ആണ്. P20 വോൾട്ട് എത്രയാണ്? P20 വോൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം V ഇൻറ്റു അതിൽ കൂടെ പോകുന്ന കറണ്ട് ആണ്. V നമുക്കറിയാം 20 ആണ്. ഇനി അതിൽ കൂടെ പോകുന്ന കറണ്ട് I ആണ്. 20I എന്ന് കിട്ടും. അപ്പോൾ 20I ആണ് എന്ത് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ജോലി ഈ I കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ I തന്നെയാണ് എന്ത് ഈ I എന്ന് പറയുന്നത്. നമുക്ക് അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി, മെഷ് ഇക്വേഷൻ എഴുതിയാൽ മതി ആണല്ലോ. മെഷ് ഇക്വേഷൻ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്, KVL. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 20 ഇവിടെ മൈനസ് പ്ലസ് 20, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ്, വീണ്ടും മൈനസ് പ്ലസ്, ഇവിടെ മൈനസ് പ്ലസ് ഉണ്ട്, വീണ്ടും പ്ലസ് മൈനസ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ കറണ്ടിൻ്റെ അതേ ഡയറക്ഷൻ തന്നെ അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 20 മൈനസ് 1 ഇൻറ്റു I പ്ലസ് 2Vx പ്ലസ് 2Vx പ്ലസ് minus 5 minus 5I minus 5I minus 9I equal to 0 ആണ് എന്ത് നമ്മുടെ ഈ ഇക്വേഷൻ വരുന്നത്. സോ 20 മൈനസ് I പ്ലസ് 2Vx മൈനസ് 5I മൈനസ് 9I ഈക്വൽ ടു 0. കാരണം നമ്മൾ ഈ R2ൻ്റെ ഇക്വേഷൻ മൈനസ് ഈക്വൽ ടു 0 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 plus 2Vx is equal to 15I ആണ് എന്ത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് Vx നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Vx is what is Vx? Vx is nothing but 5I ആണ്. So 5I ആകുമ്പോൾ 20 plus 2 into 5I that is 10I is equal to 15I എന്ന് കിട്ടും. or എനിക്ക് പറയാം 5I is equal to 20 or I is equal to 4 Ampere എന്ന് കിട്ടും. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ I എന്ന് പറയുന്നത് 4 Ampere എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? P20 ആണ് അല്ലേ. ഇതാണ് നമുക്ക് വേണ്ടത്. P20 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു E4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80 വാട്ട്സ് ആണ്. സോ പവർ അസോസിയേറ്റഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ 20 വോൾട്ട് സോഴ്സ് അല്ലെങ്കിൽ വിത്ത് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 80 വാട്ട് ആണ്. ഇനി ഇതിന് പകരം അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, നമുക്ക് ഇവിടെ കറണ്ട് കിട്ടി, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, I ഇങ്ങനെയാണെന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് ഡിപെൻഡൻറ്റ് സോഴ്സിനാണ് ചോദിക്കുമല്ലോ. സോ പവർ അസോസിയേറ്റഡ് വിത്ത് 2Vx ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2Vx ഇൻറ്റു I തന്നെയാണ്. കാരണം അതുമായിട്ട് അസോസിയേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2Vx ആണ്. ഇൻറ്റു അതിൽ കൂടെ പോകുന്ന കറണ്ട് ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? I നമുക്ക് ഓൾറെഡി കിട്ടി 4 എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 8Vx ആണ് നമുക്ക് പറയാം പവർ അല്ലേ. വാട്ട് ഈസ് Vx ഹിയർ? Vx എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ് ഈസ് ഈക്വൽ ടു Vx നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Vx ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു I ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ആണ് അല്ലേ. ആ 20 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 160 വാട്ട്സ് ആണ്. വളരെ സിമ്പിൾ. സോ അഗെയിൻ ഇത് എന്ത് ചെയ്യാണ്? പവർ ഡെലിവറി ചെയ്യാണ്. പവർ ഇസ് ഡെലിവേർഡ്. ഇവിടെയും പവർ ഡെലിവറി ചെയ്യാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാണ്? ഇതിൽ ഈ ഇത്രയും റെസിസ്റ്റൻസിൽ കൺസ്യൂം ചെയ്ത് പോവാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 80 വാട്ട്സ് എന്ന് കിട്ടി അല്ലേ. 80 പ്ലസ് 160 എന്ന് പറയുന്നത് 240 ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്തായാലും വാല്യൂ ആയിരിക്കണം. 240 ആണ്. നമുക്ക് നോക്കാം. ഇവിടുത്തെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 1 പ്ലസ് 5 പ്ലസ് 10 അതായത് 15 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. 15 ഇൻറ്റു 4 എത്രയാണ്? 15 ഇൻറ്റു 4 എന്ന് പറയുന്നത് 15 ഓംസ് ആണ് ടോട്ടൽ. I എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 Ampere ആണ്. സോ ദാറ്റ് ഈസ് പവറിൻ്റെ ടോട്ടൽ പവർ കൺസ്യൂംഡ് എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ്സ് ഈക്വൽ ടു 4 സ്ക്വയർ ഇൻറ്റു 15 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 15 ആണ്. സെയിം ആൻസർ എന്ത് വരും? 240 വാട്ട്സ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇസ് വാലിഡ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ആകെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും വാട്ട് ഈസ് ദ പവർ അസോസിയേറ്റഡ് വിത്ത് ദി ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണോ ചോദിക്കാം. ഡിപെൻഡൻറ്റ് സോഴ്സ് ചോദിക്കാം. ഡിപെൻഡൻറ്റ് സോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എത്രയാണ്? 160 വാട്ട് ആണ്. അഗൈൻ ഇവിടെ ഒരു കാര്യം കൂടി നോക്കേണ്ടത്, ഇവിടെ പവർ അസോസിയേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഇസ് 80 വാട്ട്സ്. പവർ
delivered by the independent source. Again answer is 80 watt. What is the power absorbed by the independent source എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഇസ് -80 വാട്ട്. മറന്നു പോരുത്, നമ്മൾ ആ കൺവെൻഷൻ ഒക്കെ പറഞ്ഞാണ്. സോ ഞാൻ ഒന്ന് എഴുതാം, ദാറ്റ് ഇസ് പവർ അബ്സോർബ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് സോഴ്സ്, ദാറ്റ് ഇസ് 20 വോൾട്ട് സോഴ്സ് അബ്സോർബ് ചെയ്യുന്ന പവർ എത്രയാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ -80 വാട്ട് ആണ് അതിൻ്റെ ആൻസർ. പവർ അസോസിയേറ്റഡ് ആണെങ്കിൽ +80 വാട്ട് ആണ്. ഡെലിവേർഡ് ആണെങ്കിൽ അതും 80 വാട്ട് ആണ്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പവറുമായിട്ട് ചോദിക്കാം. നമ്മളത് ക്ലിയർലി നമ്മൾ ഇതിൽ പറഞ്ഞാണ്, പാസീവ് സൈൻ കൺവെൻഷൻ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. ഇത് നമ്മൾ എന്ത് ചെയ്തതാണ്, ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കറന്റ് ത്രൂ ദി എലമെന്റ്, വാട്ട് ഇസ് ദ ടോട്ടൽ ചാർജ് ദാറ്റ് പാസ് ത്രൂ ദി എലമെന്റ് അറ്റ് t is equal to 3 seconds. നമ്മൾ t is equal to 3 seconds എന്നുള്ളത് വേണ്ട, നമുക്ക് ഇതിൽ ടോട്ടൽ ചാർജ് ട്രാൻസ്ഫർ എങ്ങനെയാണ്, ടോട്ടൽ ചാർജ് ഇത്രയും ഇതുവരെ നമുക്ക് എത്ര ഇത് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ നമുക്ക് എത്ര ചാർജ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് നടന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ദിസ് ഇസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇവിടെ ഈ ഒരു we know that I is equal to Q by T ആണ്, or Q is equal to I into T ആണ്. നമുക്ക് ആവറേജ് കറണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ നെറ്റ് ചാർജ് ട്രാൻസ്ഫർ വേണമെങ്കിൽ എന്താണ്, ഇവിടുത്തെ ആവറേജ് കറണ്ട് ഇൻറ്റു ടൈം ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. നമ്മൾ ആകെ ചെയ്യേണ്ട എന്ത് മാത്രമാണ്, ഇതിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഇൻറ്റു ടൈമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഇത്രയും ഏരിയ കണ്ടുപിടിക്കാൻ എനിക്ക് ഒറ്റയടിക്ക് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു, വേണമെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദിസ് ഏരിയ? 10 into 1 ആണ്. സോ 10 into 1 പ്ലസ് ഈ ഇത്ര ഏരിയ എത്രയാണ്, ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 5 into 1, ദാറ്റ് ഇസ് 5 into 1 പ്ലസ് ഈ ഒരു ഏരിയ എത്ര തന്നെയാണ്, പ്ലസ് 5 into 1, ഇവിടെ വീണ്ടും 10 into 1 ആണ്, പ്ലസ് ആണല്ലോ. പിന്നുള്ളത് ഈ ഒരു ഏരിയ ആണ്. സോ ദിസ് ഏരിയ, ഈ ഏരിയ എന്ത് കിട്ടും, ദിസ് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 1 ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 എന്ന് കിട്ടും ആണല്ലോ. സോ ആൻസർ ടു ദിസ് കമ്പൈൻഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 10 പ്ലസ് 2.5 പ്ലസ് 5 പ്ലസ് 5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 22.10 പ്ലസ് 10 പ്ലസ് കൂളംസ് ആണ് ആൻസർ. വളരെ സിമ്പിളാണ്, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് വേണ്ടത്, നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്, I is equal to Q by T ആണ്. ഈ Q by Tയിൽ Q ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. Q കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് ഇൻറ്റു T ചെയ്താൽ മതി. അപ്പോൾ ഈ ഇത്രയും സമയം വരെ നമുക്ക് നെറ്റ് ചാർജ് ട്രാൻസ്ഫർ എത്രയാണ്, I into Q ആണ്. അപ്പോൾ എന്ത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, ഈ ഏരിയ ഓഫ് ദിസ് ക്യാര അല്ലെങ്കിൽ IFT ക്യാരയുടെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ ഏരിയ തന്നെയാണ് എന്ത്, നെറ്റ് ചാർജ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. 22.5 ആണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് തിയറം ഇസ് ദ ഡ്യുവൽ ഓഫ് തെവെനിൻ തിയറം. നമ്മൾ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ് എന്ത്, നോർട്ടൺസ് തിയറം ആണ്. കാരണം നമ്മൾ തന്നെ ആ സോഴ്സ് ട്രാൻസ്ഫോർമേഷനും ഒക്കെ വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ പറയുന്ന പോലെ ഒരു വോൾട്ടേജ് സോഴ്സിനെ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇക്വലന്റ് കറണ്ട് സോഴ്സ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ആ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്, ഇങ്ങനൊരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഇതെന്ത് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I and R എന്നുള്ളതാണ് അല്ലേ. സോ ദിസ് ഇസ് IN ആൻഡ് ദിസ് ഇസ് RN. സോ ദിസ് ഇസ് VTH ആൻഡ് RTH ആണെങ്കിൽ ഈ RTHും RNും സെയിം തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് തന്നെയാണ് എന്ത് കണ്ടുപിടിച്ചത്, വാട്ട് ഇസ് IN? IN ഇസ് ഈക്വൽ ടു ETH ബൈ RTH ആണ്. അതിൽ നിന്നാണ് നമുക്ക് IN കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ഡ്യുവൽ ഓഫ് തെവെനിൻസ് തിയറം എന്ന് പറയുന്നത് എന്താണ്, നോർട്ടൺസ് തിയറം തന്നെയാണ്. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സർപ്രൈസ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. ഫസ്റ്റ് സർപ്രൈസ് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പലർക്കും ഇതൊരു ഡൗട്ട് വന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ AB 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4 കേസസ് തന്നിട്ടുണ്ട്. B is higher than A by 16 volt, A is higher than B by 13 volt, A is higher than B by 5 volt. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്കും
ബി ക്യു അക്രോസ് ഉള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ? കറണ്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ഏതെങ്കിലും ഒരു കറണ്ട്, ഇപ്പോൾ ഇവിടുത്തെ 20 വോൾട്ട് ഞാൻ എടുക്കുന്നത്, ഇവിടെ ഒരു 20 വോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു 4 വോൾട്ട് ഉണ്ട്, ഇവിടെ 3 ഓം ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 4 ഓം, ഇവിടെ ഒരു 5 ഓം ഉണ്ട്, ഇവിടെയും ഒരു 4 ഓം ഉണ്ട്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്, നമുക്ക് ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇവിടെ ഇതാണ് 20 വോൾട്ട് എന്ന് പറയുന്നത്. 20 വോൾട്ട് ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഞാൻ എടുക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നോക്കിയാൽ മതി നമ്മൾ. അതായത് ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്, അല്ലെങ്കിൽ ഈ ഇതിലുണ്ടാകുന്ന ഡ്രോപ്പ് എത്രയാണ് എന്ന് ഇൻഡിവിജ്വലി നോക്കിയാൽ മതി. അവിടെ നമ്മുടെ ആൻസർ കിട്ടും. നമുക്ക് ഞാൻ ഒന്നും കൂടി ഇതായിട്ട് വരയ്ക്കാം. സോ ഹിയർ ഇറ്റ് ഈസ് 20 വോൾട്ട്, ഇവിടെ 4 ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു 3 വോൾട്ട് ഉണ്ട്. ഹിയർ യു ഹാവ് അനദർ, ഇത്രയാണ് നമ്മുടെ എന്ത്. സോ ദിസ് ഇസ് 20, സോ ദിസ് ഇസ് 4. ബാക്കിയൊക്കെ ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്, ദിസ് ഇസ് 3. ഇതിൻ്റെ ഇടയിൽ ഇതാണ് പോയിന്റ് എ, ദിസ് ഇസ് പോയിന്റ് ബി. ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു കറണ്ട് ഇങ്ങനെ അസ്യൂം ചെയ്തു. ഇങ്ങനെ അസ്യൂം ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ 20, ഇവിടെ 4 ആണ്. അങ്ങനെ ഇവിടുത്തെ ഈ ഒരു സർക്യൂട്ടിലെ മൊത്തം വോൾട്ടേജ് എത്രയാണ്? 20. നമ്മൾ പറഞ്ഞു രണ്ട് സെൽസ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഈ പ്ലസും ഈ പ്ലസും ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I is equal to 20 - 4 എന്ന് പറയാം, ഡിവൈഡഡ് ബൈ 4 + 3 + 4 ദാറ്റ് ഈസ് 8. ഇതാണ് എന്ത് ഈ പറയുന്ന 4 + 4 8 + 8 16 വരും. 16 വരും, ഈക്വൽ ടു 1 ആംപിയർ എന്ന് വരും. ഓക്കെ, 1 ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇനിയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1 ആംപിയർ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും 3 വോൾട്ട്. ഇവിടെ ഒരു ഡ്രോപ്പ്, എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. 1 ആംപിയർ ആണ് ഫ്ലോ ചെയ്യുന്നത്, 1 ആംപിയർ ആണ്, അതുകൊണ്ട് തന്നെ 4 വോൾട്ട് ആണ്. ഇവിടെയും ±4 വോൾട്ട് ഉണ്ടാവും, ഇവിടെയും ±5 വോൾട്ട് ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഇത് രണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. VA -VB ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇവിടത്തെയും പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ 3 വോൾട്ടേജസിനെയും കൂടി ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഇത്രയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഓൾജിബ്രയ്ക്കലി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ കിട്ടും. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ ±20 ഉണ്ട്, +-4 ഉണ്ട്, +-3 ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ ഞാൻ എ ബിക്ക് അക്രോസ് ഉള്ള സർക്യൂട്ട് ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇത് എ ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് ബി എന്ന് പറയുന്നത്, അല്ലേ? ഇത് പലർക്കും ഡൗട്ടിലുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കുന്നത്. 20 വോൾട്ട്, ഇത് 3 ആണ്, ഇത് 4 ആണ്. നമ്മൾ ഇതിൻ്റെ പൊളാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ് എനിക്ക് കിട്ടി, പ്ലസ് ആണ്, വീണ്ടും +- ആണ്. അങ്ങനെ ഇതിൻ്റെ പൊളാരിറ്റി എന്താണ്? നമ്മൾ 3 സെൽസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ 3 സെൽസായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ +-, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് മൈനസ് ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം -3 + 20 - 4 ഈക്വൽ ടു VAB എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 13 ഈക്വൽ ടു VAB എന്ന് കിട്ടും. ഓർ എനിക്ക് വേറെ രീതിയിൽ പറയാം, ഇവിടെ ഏത് ടെർമിനലാണ് A ആയിട്ട് കണക്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ടെർമിനലാണ് A ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഓർ 13 എവിടെ നമുക്ക് പറയാം A ഈസ് ഓൾവേസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ, കാരണം അവിടെയാണ് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് നെഗറ്റീവ്. അപ്പോൾ എനിക്ക് ഓൾറെഡി പറയാം A ഈസ് ഹയർ ദാൻ B. അതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻസർ എത്രയാണ്? by 13 വോൾട്ട്. ഇതാണ് ആൻസർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതി ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നോക്കി, ഇവിടെ ഇത് +-4 വോൾട്ട്, ഇവിടെ വീണ്ടും +-4 വോൾട്ട്,
ഇവിടെ വീണ്ടും പ്ലസ് മൈനസ് 4 വോൾട്ട്, 4 + 4 + 5 ദാറ്റ് ഈസ് 13 വോൾട്ട്. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എപ്പോഴും ആലോചിക്കുക, നിങ്ങളുടെ ഏതെങ്കിലും എ ഈസ് ഹയർ ഓർ ബി ഈസ് ഹയർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററിയുടെ അല്ലെങ്കിൽ ഈ ഒരു സെല്ലിൻ്റെ പൊളാരിറ്റി അല്ലെങ്കിൽ ഏത് ടെർമിനലാണോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണോ ആൾജിബ്രയ്ക്കലി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൊളാരിറ്റി എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ എങ്ങനെയാണ് ഡയറക്റ്റ്ലി എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടുത്തെ എ ഈസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ എന്ന്? ബിക്കോസ് ഇവിടുത്തെ പ്ലസ് പോസിറ്റീവ് ടെർമിനലാണ് എന്ത് എ ആയിട്ട് കണക്ട് ചെയ്യുന്നത്, നെഗറ്റീവ് ടെർമിനലാണ് ബി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ബാക്കി പൊളാരിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഒരു നെറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത് എയിലാണ് എന്ത് എ ഈസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പക്ഷെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. സോ എ ഈസ് ഹയർ ദാൻ ബി ബൈ 13 വോൾട്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റുകയാണ്, ഇത് നിങ്ങൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസറും അല്ലെങ്കിൽ എ ഈസ് ഹയർ ദാൻ ബി ബൈ 5 വോൾട്ട് ആ ആൻസറൊക്കെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സീമെൻ പെർ മീറ്റർ എന്ന് പറയുന്ന എന്തിൻ്റെ യൂണിറ്റ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു R is equal to rho into L by A or rho is equal to R into A by L is equal to ohm meter എന്നുള്ളതാണ് എന്ത് റോയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു. ഇനി 1 by rho is equal to എന്താണ്? കണ്ടക്ടിവിറ്റി ആണ്. So that is equal to 1 by ohm meter. So that is equal to 1 by Siemens per meter. Siemens per meter ആണ്. അത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? 1 by rho, അതായത് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. സോ കണ്ടക്ടൻസ് ആണോ റെസിസ്റ്റിവിറ്റി ആണോ ഈ പറയുന്നില്ല? ഇത് കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് ആണോ? അല്ല. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണോ? അല്ല. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണോ? അല്ല. നൺ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ. ആൻസർ എന്തിൻ്റെയാണ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് സീമെൻ പെർ മീറ്റർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓം മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഓം മീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കരുത്. ഓക്കെ, കണ്ടക്ടൻസ് എന്ന് കൊടുക്കരുത്. കണ്ടക്ടൻസ് അല്ല, ആൻസർ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്. ഓക്കെ, സീമെൻ പെർ മീറ്റർ. ഇനി again this is also very interesting question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കറന്റ് ഡ്രോൺ ഫ്രം ദി വോൾട്ടേജ് സോഴ്സ്? ഇത് നമ്മുടെ പാർട്ട് ടെസ്റ്റിന് ചോദിച്ച പാർട്ട് ടെസ്റ്റ് 1.1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വാട്ട് വിൽ ബി ദ കറന്റ് ഇൻ ആംപിയർ ഡ്രോൺ ഫ്രം ദി വോൾട്ടേജ് സോഴ്സ് ഓഫ് ദി ഗിവൻ സർക്യൂട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ഇവിടുത്തെ ഇത് 10 പാരലൽ 10 എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ചെയ്യാം. 10 പാരലൽ 10 is 5, 20 പാരലൽ 20 is again 10. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ, അതായത് ഇവിടെ 10 ആണ് ഇരിക്കുമ്പോൾ നമുക്ക് ഇത് എഴുതാണ്ട് തന്നെ ചെയ്യാം. സോ ഇത് 10 പാരലൽ 10 is 5 ohm. 10 പാരലൽ 10 എന്ന് പറയുന്നത് 5 ohm ആണ്. അതേപോലെ തന്നെ ഇവിടെ 20 പാരലൽ 20 എന്ന് പറയുന്നത് 10 ohm ആണ്. 20 പാരലൽ 20 എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ 30 ആണ്. ഇവിടെ വീണ്ടും അതെന്താണ് അഗെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 10ഉം ഈ 30ഉം കൂടി സീരീസ് ആണ്. അത് 40ക്ക് പാരലാണ്. നമുക്ക് 100 വോൾട്ട് ഉണ്ട്. അപ്പോൾ ദിസ് 40 പാരലൽ 40 is 20 is then series with 5. So therefore നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 100 by 25. വാട്ട് ഈസ് ദ കറന്റ് ഡ്രോൺ? അതായത് കറന്റ് ഡ്രോൺ ഫ്രം ദി സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. കറന്റ് ഡ്രോൺ ഫ്രം ദി സോഴ്സ് 100 by 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംപിയർ ആണ് ആൻസർ. സോ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് സി, 4 ആംപിയർ ആണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും എഴുതാണ്ട് തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണത്. ഇനി വാട്ട് ഈസ് ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മൾ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കണ്ടക്ടറിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. I² R × T എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ഫോം ആണ്. കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് RNX X/N n² XP. നമുക്ക് ഈ ഒരു ഫോമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് അവർ ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. n² XP എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡയറക്റ്റ്ലി അവർ തരാണ്ട് ഒരു ഫോം, ആ ഒരു ഇക്വേഷൻ്റെ ഫോം ചോദിച്ചിട്ടുണ്ട്. n² XP I² RT എന്നുള്ളൊരു ഇതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇങ്ങനെ തിരിച്ചു മറിച്ചുമൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. മാത്രമല്ല അത് ആ സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെ ചോദിക്കും. ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാലും അത് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 കപ്പാസിറ്റേഴ്സ് C1 C2 C3 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ്. C1 C2 ആൻഡ് C3 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. C1 C2 ആൻഡ് C3 എന്ന് പറഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അങ്ങനെയെങ്കിൽ
വാട്ട് ഈസ് ദ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ്. അതായത് എന്തൊക്കെ തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ്, 4 വോൾട്ട് ആണ്, അതുപോലെ തന്നെ 6 വോൾട്ട് ആണ്. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ചാർജ് ഇൻ Q1 ഈസ് ഈക്വൽ ടു 12 കൂളംബ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെയിം ചാർജ് ആയിരിക്കും എല്ലാത്തിലും ഉണ്ടാവുക. സോ Q ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? Q ടോട്ടൽ ഈസ് ഈക്വൽ ടു Q1 ഈസ് ഈക്വൽ ടു Q2 ഈസ് ഈക്വൽ ടു Q3 തന്നെയാണ്. കാരണം നമ്മുടെ റെസിസ്റ്റൻസ് സീരീസ് ആയിരിക്കും എന്താണ്? സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക അല്ലേ, 3 റെസിസ്റ്റൻസിൽ കൂടിയും. അതേപോലെ തന്നെ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിരിക്കുമ്പോൾ സെയിം ചാർജ് ആയിരിക്കും എല്ലാത്തിലും ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 കൂളംബ് തന്നെയാണ്. ഇനി നമുക്കറിയാം C ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു Q ബൈ V ടോട്ടൽ എന്ന് പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ബൈ V ടോട്ടൽ എന്താണ്? നമുക്ക് 2 + 4 + 12 1 farad ആണ് ആൻസർ. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 1 farad. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സോ ദാറ്റ് ഇസ് 2 വോൾട്ട്, 4 വോൾട്ട് ആൻഡ് 6 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാം. ഓരോ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണ്? ഓരോ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു C ഈസ് ഈക്വൽ ടു Q by V or C1 is equal to Q1 by V1, that is equal to, നമുക്ക് Q എന്തായാലും 12 ആണ്, 12 by 2 that is 6. C2 എന്ന് പറയുന്നത് നമുക്ക് 12 by 4, 12 by 4 is 3. അതുപോലെ തന്നെ farad and C3 എന്ന് പറയുന്നത് എന്താണ്? 12 by 6 ആണ്, equal to 2 ആണ് അല്ലേ. ഇവിടെ ശരിക്കും എന്താണ്? C1 is equal to 6 farad, C2 is equal to 3 farad, C3 is equal to 2 farad. ഇത് മൂന്നും സീരീസ് ആയിരിക്കുമ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്താണ്? C ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 6 farad, 3 farad, 2 farad അല്ലേ. അപ്പോൾ നമുക്കറിയാം 1/C1 + 1/C2 + 1/C3 ആണ്. ആൻസർ എന്ത് തന്നെയാണ്? 1 farad തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ നിന്ന് കിട്ടിയത് 1 farad എന്ന്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പാർട്ട് ടെസ്റ്റിന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും എഴുതാതെ കിട്ടും. പാർട്ട് ടെസ്റ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 29. അഗൈൻ നിങ്ങൾ നമ്പർ നോക്കണ്ട, കാരണം ഓർഡർ ഇസ് ഡിഫറെൻറ്റ്. ഇവിടെ വാട്ട് ഈസ് ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്? പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കും ഇത് എടുക്കണോ വേണ്ടതെന്ന്. ഇത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എന്താണ് ഇവിടെ നിന്നുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത് അല്ലേ. ഈ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മുടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് 1 + 1. ഈ ഇതാണ് എന്ത്? 2 ohm ആണ് ആൻസർ. ആൻസർ ഇസ് ദിസ് വൺ. നമുക്ക് വേറെ, കാരണം നമുക്ക് വേറെ ഈ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ, എപ്പോഴും ഇക്വലൻ്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അത് ഓവർകം ചെയ്യേണ്ട ഈ റെസിസ്റ്റൻസ് ആണ്. അത് എത്രയാണ്? 2 ohm മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെ കൂടെ മാത്രമല്ലേ കറണ്ട് ഫ്ലോ ഉള്ളൂ. ഇത് മാത്രമാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് പറയുന്നത്. സോ ആൻസർ ഇസ് 1 + 1 2 ohm ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് അതിൽ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാ എക്സാംസിനും കോമൺ ആണ്. ഇതിൽ കുറച്ച് പേർക്കൊക്കെ ഡൗട്ടും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അതായത് ഓപ്ഷൻസ് ആർ വെരി കൈൻഡ് ഓഫ് കൺഫ്യൂസിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അഗൈൻ പാർട്ട് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സർപ്രൈസ് ടെസ്റ്റിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഒരു തവണ പഠിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. 2 ഇലക്ട്രിക് ബൾബ്സ് ഓഫ് സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആണ് തന്നിരിക്കുന്നത്. ഓഫ് പവർ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ പവർ റേറ്റിംഗ്സ് എന്ന് പറയുന്നത് 500 watt ആണ്. നമുക്കൊരു ബൾബിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു V²/R ആണ്, ആണല്ലോ. അപ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ ബൾബ് എല്ലാം റേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? 100 watt എന്നോ അല്ലെങ്കിൽ പവർ റേറ്റിംഗ് അറ്റ് എ പെർട്ടിക്കുലർ വോൾട്ടേജ് 230 volt എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ബൾബിനും അതിൻ്റെതായ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ R എന്ന് പറയുന്നത് പവർ ഇസ് ഈക്വൽ ടു അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 230² V²/R ആണ്. അതാണ് ഈ 100 എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് 2 ബൾബുണ്ട്. ഒന്ന് ഇത് 100 wattൻ്റെ ആണെങ്കിൽ നമുക്കതാണ്, അതിൽ നിന്ന് നമുക്ക് R കിട്ടും. R ഇസ് ഈക്വൽ ടു 230²/100 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഞാനൊരു 50 watt ബൾബ് എടുക്കുകയാണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ R എന്തായിരിക്കും? R is equal to സെയിം വോൾട്ടേജ്, അതായത് 50 വാട്ടാണ്, 50 വാട്ട്സ് ആണ്, 230 വോൾട്ട് ആണെങ്കിൽ ഇതേപോലെ 230 സ്ക്വയർ ബൈ 50 ആണ് എടുക്കുന്നത്. ഡിനോമിനേറ്ററിൽ ആരാണ് ചെറുത്? ഇതാണ് ചെറുത്. സോ ഇത് R1 അല്ലെങ്കിൽ ഇത് R100 എന്നും R50 എന്നും ഞാൻ പറഞ്ഞു. R50 is greater than R100. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലോ വോൾട്ടേജ് ബൾബ് ഇതാണ് അല്ലേ. ലോ വോൾട്ടേജ് ബൾബ് ഹാസ് higher resistance. Again, important ആയിട്ടുള്ള കാര്യം, സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആയിരിക്കണം. അതായത് സെയിം വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള രണ്ട് ബൾബ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും ലോ വോൾട്ടേജ് റേറ്റിംഗ് ഉള്ള ബൾബിൻ്റെ റെസിസ്റ്റൻസ് വിൽ ബി ഹയർ. അതവിടെ നിൽക്കട്ടെ, ആ ഒരു പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, 2 ഇലക്ട്രിക് ബൾബ്സ് ഹാവ് സെയിം വോൾട്ടേജ് റേറ്റിംഗ്, ഹാവ് സെയിം പവർ റേറ്റിംഗ്സ് ഓഫ് 500 and 1000. അപ്പോൾ ഏതിൻ്റെ റെസിസ്റ്റൻസ്, ഇതിനെ ഞാൻ R1 എന്ന് എടുത്തു, ഇതിൻ്റെ R2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതൽ? ഒബ്വിയസ്ലി R1 വിൽ ബി ഗ്രേറ്റർ ദാൻ R2 എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാം. കാരണം സെയിം വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് ചില ക്വസ്റ്റനിൽ ഈ വോൾട്ടേജ് റേറ്റിംഗ് പറയുന്നുണ്ടാവില്ല. SSC ഒക്കെ പലതവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ യു ആർ ബൗണ്ട് ടു അസ്യൂം ദാറ്റ് ദേ ആർ ഹാവിംഗ് ദി സെയിം വോൾട്ടേജ് റേറ്റിംഗ്. R1 ഗ്രേറ്റർ ദാൻ R2 ആണെങ്കിൽ നമ്മുടെ ഒരേ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് D ആവാം അല്ലെങ്കിൽ അത് C ആവാം. കാരണം R1 ഇസ് ഗ്രേറ്റർ ദാൻ R2, കാരണം ഈ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടുതലാണ്. R1 ഗ്രേറ്റർ ദാൻ R2 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ആൻസർ? നമുക്കിപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 100 വാട്ട് ആണ് അല്ലേ. നമുക്ക് നോക്കാം. സോ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് P is equal to V square by R. So it is equal to V square by R ആണ്. So 500 is equal to V square by R1 എന്ന് എടുക്കുക. രണ്ടാമത്തെ കേസിൽ R1 എന്ന് പറയുന്നത് എന്താണ്? V square by 500 ആണ്. R2 എന്ന് പറയുന്നത് it is equal to V square by 1000 ആണ്. So that is equal to R2 is equal to R1 എത്രയാണ്? V square by 500 into 1/2 തന്നെയല്ലേ V square by 1000 എന്ന് പറയുന്നത്. That is equal to R1 into 0.5 ആണ് R2 എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ത് വരും? നമുക്ക് R2 is equal to R1 into 0.5 ആണ്. or R1 is equal to 2 times R1 ആണ്. R1 is equal to 2 times R1. Sorry, R1 is equal to 2 times R2 ആണ്. So the answer to this question is R1 equal to 2R2 ആണ്. നമുക്കറിയാം R1 എന്തായാലും ഗ്രേറ്റർ ദാൻ R2 ആണ്. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ എന്ത് കിട്ടും? വോൾട്ടേജ് റേറ്റിംഗ് ഇതാണെങ്കിൽ നമുക്ക് 2 times R2 ആണെന്ന് കിട്ടും. സെയിം വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ അതും ഒരു റിസൾട്ടായിട്ട് നിങ്ങൾ വയ്ക്കുക. സോ R1 is equal to 2 times R2. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മൾ അതായത് സ്റ്റാൻഡേർഡ് റിസൾട്ട് സെൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോൾട്ടേജ് റേറ്റിംഗ് നമ്മുടെ ഇതിൻ്റെ റേറ്റിംഗ് മാറാൻ ചാൻസ് ഉണ്ട്. ഓർ നമുക്ക് പറയാം, ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം, R2 is equal to R2 എന്ന് പറയുന്നത് എന്താണ്? 0.5 R1 ആണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവാം. നിങ്ങളത് ഓർത്തിരിക്കുക. R2 എന്ന് പറയുന്നതിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ഹൈ വോൾട്ടേജ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലോ വോൾട്ടേജ് ബൾബിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ 0.5 R1. ചിലപ്പോൾ നമുക്ക് ഇത് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഒന്നും എഴുതാതെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഈ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, R1 is equal to 2R2 ആണ്. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇത് തന്നെയാണ്. 2 incandescent, ഇതും പാർട്ട് ടെസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 incandescent lamps of voltage rating 40 and 60 are connected in series with a voltage of 230 volt. Which one out of the lamps will glow brighter എന്നാണ് ചോദ്യം. ഏതായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഏതായിരിക്കും ബ്രൈറ്റ് ആയിട്ട് കത്തുക? നമുക്കറിയാം ഇത് ഇങ്ങനത്തെ ഒരു കേസാണ്. 40 watt, ദിസ് ഇസ് 60 watt. 40 വാട്ടും 60 വാട്ടും ആണ്. നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് R1 എന്നറിയാം, R2 എന്നറിയാം. ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, P1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു I² ഇൻറ്റു R1 ആണ്. P2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു I² ഇൻറ്റു R2 ആണ്. അങ്ങനെയെങ്കിൽ സെയിം കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏതായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക? സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ P1 ആണോ P2 ആണോ എന്ന് തീരുമാനം, അല്ലെങ്കിൽ P1 ആണ് ഗ്രേറ്റർ ദാൻ P2 ആണോ, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൂടുതൽ, അതാണല്ലോ പവർ എന്ന് പറയുന്നത്, അത് കൂടുതലാണെന്ന് തീരുമാനിക്കുന്ന ആരാണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആർക്കായിരിക്കും കൂടുതൽ? എപ്പോഴും അറിയാം സെയിം. ഇവിടെ 2 ഇൻകാൻഡസെന്റ് ലാംപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫ് വോൾട്ടേജ് റേറ്റിംഗ് 40 and 60. വോൾട്ടേജ് റേറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. യു അസ്യൂം ദാറ്റ് ബോത്ത് ഹാവ് ദ സെയിം വോൾട്ടേജ് റേറ്റിംഗ്. അവിടെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, സോറി തന്നിട്ടുണ്ട്. ഈവൻ ഇത് തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ SSCക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വോൾട്ടേജ്, അപ്പം യു ഹാവ് ടു അസ്യൂം ദാറ്റ് അവിടുത്തെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് സെയിം ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ആർക്കാണോ കൂടുതൽ? ആർക്കാണ് കൂടുതൽ? 40 watt ബൾബിനാണ്. ആ 40 watt ബൾബാണ് എന്ത് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ. നമുക്കറിയാം R1 ഗ്രേറ്റർ ദാൻ R2 ആണ്. നമ്മുടെ പവർ എന്ന് പറയുന്നത് I² R ആണ്. അപ്പോൾ രണ്ടും സെയിം സീരീസ് ആയതുകൊണ്ട് തന്നെ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ I² ഇൻറ്റു ഹയർ റെസിസ്റ്റൻസ് ആയിരിക്കും ആരായിട്ട് കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 40 watt ബൾബ് വിൽ ഗ്ലോ ബ്രൈറ്റർ. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ലോജിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അഗെയിൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്. നമ്മൾ ക്ലാസ്സിൽ വളരെ 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 വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. 2 wires A and B of the same material and length L and 2L and radius R and 2R are taken. The ratio of specific resistance എത്രയാണെന്നുള്ളതാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ R is equal to rho into L by A. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് പോലും എഴുതുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. കാരണം ഈ പറയുന്ന R ഈക്വൽ ടു റോ ഇൻറ്റു L by A എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ സ്പെഷ്യൽ കേസസ് നോക്കിയായിരുന്നു. ഫാക്ടേഴ്സ് ഓൺ വിച്ച് റോ ഡിപ്പെൻസ്, ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയായിരുന്നു അല്ലേ? നമ്മൾ അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണ്? സെയിം മെറ്റീരിയൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിരുന്നു. ഞാനൊരു കോപ്പർ വയർ എടുക്കുകയാണ്. ആ കോപ്പർ വയർ എടുക്കുമ്പോൾ ഞാൻ 10 മുറിക്കുകയാണെങ്കിലും 20 മുറിക്കുകയാണെങ്കിലും ഒരു കോപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനായിരിക്കും? അല്ലെങ്കിൽ ആ ഒരു ഇതിലെ ഒരു പീസ് എടുക്കുകയാണെങ്കിലും ആ വലിയൊരു പീസ് എടുക്കുകയാണെങ്കിലും അതിലുള്ള കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് റിമെയിൻ സെയിം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി കെമിക്കൽ കോമ്പോസിഷൻ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ഇതിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കണ്ണുടച്ച് എഴുതുക. ദാറ്റ് ഈസ് C ആണ് ആൻസർ. ദാറ്റ് ഈസ് 1:1 ആണ് എന്ത്? കാരണം രണ്ടും എന്ത് തന്നെയാണ്? ഈ പറയുന്ന പോലെ 2 വയേഴ്സ്, സെയിം മെറ്റീരിയലിൻ്റെ 2 വയറാണ്. അതിൻ്റെ റേഡിയസും അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് എന്തും ആയിക്കോട്ടെ. സോ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫിസിക്കൽ ഡയമെൻഷൻസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളിത് ഇത് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മാറ്റി ഏതെങ്കിലും ഒരു ആൻസർ കിട്ടും. അതല്ല, നമ്മൾ ആ സെഷൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോന്നിനും ആ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെയും ടെമ്പറേച്ചർ ഡിപ്പെൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. പാർട്ട് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ റെസിസ്റ്റൻസിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് I? ഈ I ആണ് കണ്ടുപിടിക്കാൻ വരയ്ക്കുന്നത്. ഇത് നമുക്ക് മിനിമം സമയത്ത് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അധികം സ്റ്റെപ്സ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തന്നിരിക്കുന്നത് ഇനാഡ്യൂക്കേറ്റ് ഡേറ്റ എന്നാണ്. അതായത് നമുക്ക് വേറെ വോൾട്ടേജ് തന്നിട്ടില്ല, വോൾട്ടേജിൻ്റെ വാല്യൂ അറിയില്ല. 2R 4R 2R 4R തന്നിട്ടുണ്ട്. ഇതിൽ കൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് 1 ആംപിയർ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പാരലൽ കോമ്പിനേഷനാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇതുവഴി കൂടി 1 ആംപിയർ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? വോൾട്ടേജ് ഡ്രോപ്പ് ±4 വോൾട്ട് ഉണ്ടാവും. അങ്ങനെ 4 വോൾട്ട് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇവിടെയും 4 വോൾട്ട് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇവിടെ 1 ആംപിയർ ഉണ്ട് തന്നിട്ടുണ്ട്, 2 ആംപിയർ ആണെങ്കിൽ ഇതുവഴി കൂടെ വരുന്ന കറണ്ട് 3 ആംപിയർ ആയേ പറ്റുള്ളൂ നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇത് 3 ആംപിയർ ആണ്. നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം.
ഇത് ഇത്രയും 4 വോൾട്ട് ആണ് അല്ലേ, 4R കൂടി 1 ആംപിയർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒന്നും അറിയില്ല, എന്തോ ആവട്ടെ. ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഇത്രയും 4R ആയതുകൊണ്ട് തന്നെ 4R × 1 എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ്, അല്ലെങ്കിൽ 4R × 1 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇത്രയും 4 വോൾട്ട് കിട്ടുന്നതിന് വിചാരിക്കും. ഇവിടെ ആറിന് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, ഒരു 4 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ 4 വോൾട്ട് ആണ്. ഇതേ 4 വോൾട്ട് തന്നെയാണ് എന്ത് ഈ 4R അക്രോസ്, കാരണം ഇത് പാരലൽ ആണ് അല്ലേ, ദിസ് ഇസ് പാരലൽ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരലൽ കോമ്പിനേഷനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്കിത് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് പാരലൽ. അപ്പോൾ ഇതേ 4 വോൾട്ട് ഇവിടെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ കൂടിയും 1 ആംപിയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടി താഴേക്ക് 1 ആംപിയർ ഇങ്ങോട്ട്, 3 ആംപിയർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ ഇവിടെ വരുന്ന കറണ്ട് അക്കോർഡിംഗ് ടു ക്രിച്ചോഫ്സ് കറണ്ടിലുള്ള 4 ആംപിയർ ആയേ പറ്റുള്ളൂ. അപ്പോൾ 4 ആംപിയർ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അക്രോസ്, അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര കിട്ടി, ഇതിൽ കൂടെ പോരുന്ന കറണ്ട് എന്ന് പറയുന്നത് ±12 വോൾട്ട് എന്ന് കിട്ടി. ±12 വോൾട്ട്. ഇവിടെ എത്രയുണ്ട്, ഇവിടെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ±4 വോൾട്ട് ഉണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. പ്ലസ് മൈനസ് അതായത് ±12 ±4, 12 + 4 16 വോൾട്ട്. 16 വോൾട്ട് ഇത്രയും ഇതിന് അക്രോസ് ഉണ്ട്. ഓർ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ ഞാൻ നോക്കുകയാണെങ്കിൽ, ഇത്രയും എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തുണ്ട്, ഈ 12 + 4 16 ഉണ്ട്. ഈ 16 വോൾട്ട് തന്നെയാണ് ആർക്ക് അക്രോസ് വരുന്നത്, ഇവർക്ക് അക്രോസ് വരുന്നത്, ഈ പാരലൽ കോമ്പിനേഷൻ അക്രോസ് വരുന്നത്. ഓർ ഈ 16 എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും 16 വോൾട്ട് ഇതിന് അക്രോസ് 16 വോൾട്ട് വരണമെങ്കിൽ, ഇതിന് അക്രോസ് 16 വോൾട്ട് ഉണ്ട്, ഇതിന് അക്രോസ് 16 വോൾട്ട് വരണമെങ്കിൽ 2R × I = 16 ആണ്. or I = 8 ആംപിയർ ആയേ പറ്റുള്ളൂ. സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഇസ് 8 ആംപിയർ. നമുക്ക് അധികം സ്റ്റെപ്സ് ഒന്നുമില്ല, നോഡലോ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി നമുക്ക് റെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മുടെ പാർട്ട് ടെസ്റ്റിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടി നിങ്ങൾ എന്നെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഒന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് അഗെയിൻ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ നമ്മൾ ഇതിൽ എന്തറിഞ്ഞിരിക്കണം, മാക്സിമം പവർ ട്രാൻസ്ഫർ എന്താണെന്നുള്ള രീതിയിൽ ഒന്ന് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്കൊരു 24 വോൾട്ട് സോഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പറയുന്നത് സ്മോൾ ആർ ആണ്. ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ, ദാറ്റ് ഈസ് R = 4 ohm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് കണക്റ്റഡ് ടു എ വേരിയബിൾ റെസിസ്റ്റർ. ഒരു വേരിയബിൾ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഐഡിയൽ കണ്ടീഷൻ ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. അതായത് ദ ലോഡ് ഇസ് വേരിയബിൾ ആൻഡ് ദ സോഴ്സ് ഇസ് കോൺസ്റ്റന്റ്. The rate of heat dissipation in the resistor is maximum when the current drawn from the battery is I. അതായത് I എന്ന് പറയുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്തുള്ള ഇതാണ്. അങ്ങനെയെങ്കിൽ ആ I എന്താണ്, ആ I at MPT ആണ് അല്ലേ, at MPT ആണെന്നാണ് അവർ ഇൻഡയറക്ട്ലി പറയുന്നത്. The rate of dissipation of resistance of heat dissipation in resistor is maximum when the current drawn from the battery is I at MPT ആണ്. I at MPT ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ പറയുന്ന കറണ്ട് I എപ്പോഴാണ് അറ്റ് MPT ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഇതും എന്തായിരിക്കണം, 4 ആയിരിക്കും. അതായത് ഈ ലോഡ് റെസിസ്റ്റൻസും സോഴ്സ് റെസിസ്റ്റൻസും ഈക്വൽ ആകുമ്പോഴാണല്ലോ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ 4 + 4 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആംപിയർ ആകുമ്പോൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ ഓഫ് MPT. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 3 ആംപിയർ എന്ന് കിട്ടി. വാട്ട് ഇസ്, അപ്പോൾ I എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി, 3 ആംപിയർ. ഈ 3 ആംപിയർ ആണ് അവർ ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത്. ദ കറന്റ് ഡ്രോൺ ഫ്രം ദ ബാറ്ററി വിൽ ബി 0.5 I വെൻ R ഈസ് ഈക്വൽ ടു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 0.5 I എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.5 I എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ആംപിയർ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. സോ വളരെ സിമ്പിൾ, 24/4 പ്ലസ് ഈ 4 പ്ലസ് R ഈസ് ഈക്വൽ ടു എത്രയാണ്, 1.5 ആയിരിക്കണം. അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 24/3/2 is equal to 4 plus R. So that is equal to 8, 16, 12. Answer to this question is 12. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ MPTയുടെ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പാർട്ട് ടെസ്റ്റിന് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. 1.1. ചിലർക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടത്. ഇനി അടുത്തത് അഗൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 3 ഇലക്ട്രിക് ലാംപ്സ് ഓഫ് 70 watt each are connected in parallel across. ഇത് എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 പാരലൽ
നമ്മുടെ ആക്ച്വലി നമ്മുടെ റെസിഡൻഷ്യൽ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുന്ന എന്താണ് എല്ലാം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് സെയിം വോൾട്ടേജ് ഇസ് അവൈലബിൾ അക്രോസ് ഈച്ച് ലോഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രീ lamps are connected of 70 watt each are connected in parallel across an AC means the total power consumed എന്ന് പറയുന്നത് എന്തായിരിക്കും 70 plus 70 plus 70 that will be 210 watt ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Again, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇത് ഒന്നുമില്ല, ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്റ്റാർ ഡെൽറ്റ എന്നൊന്നും വിചാരിക്കരുത്. കാരണം സ്റ്റാർ ഡെൽറ്റയുടെ കേസ് പഠിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് സ്റ്റാർ ഡെൽറ്റ എന്ന് പറയുന്നത് കഴിയുന്നത് നമ്മൾ എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം കുറച്ചധികം ടൈം എടുക്കുന്നതാണ്. ഇത് സ്റ്റാർ ഡെൽറ്റ ഒന്നും വേണ്ട, എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഇവിടെ എന്താണ് നമുക്ക് ഇതിന് അക്രോസുള്ള റെസിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ. 2 ohm 4 ohm 2 ohm 3 4 2. ഈ 4 ഉം 2 എന്താണ് 6, അത് തമ്മിൽ സീരീസ് ആണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ എഴുതാം. നമുക്ക് ഇവിടെ നിന്നാണ് എപ്പോഴും ഈക്വൽ റെസിസ്റ്റൻസ് ചോദി, ഇവിടെ നിന്നാണ് ഈ R equivalent പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരേണ്ടത് ഇവിടെ നിന്നാണ്. സോ ദിസ് ഇസ് 2 plus 4 2 plus 4 6 ആണ്. ദാറ്റ് ഈസ് പാരലൽ ടു 3 ohm ആണല്ലോ. അത് ഇറ്റ് ഈസ് സീരീസ് വിത്ത് 2 ആൻഡ് ദാറ്റ് ഈസ്, അപ്പോൾ ഇത് ഇത്രയാണ്, ഈ 2 വരെ സീരീസ് ആണ്. ദാറ്റ് ഈസ് പാരലൽ ടു 4 and that is parallel to 2. ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് വേണം വരാനായിട്ട്. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 parallel 3. 6 parallel 3 എന്ന് പറയുമ്പോൾ 2 ആണ്. 6 parallel 3 is 2. ആ 2ഉം 2ഉം കൂടി സീരീസ് ആണ്. ആ 2ഉം 2ഉം കൂടി സീരീസ് വരുമ്പോഴത്തേക്കും 2 plus 2 is equal to 4 ആണ്. ആ 4 എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആണ്. ആ 4 plus 2 ആണത്. സോ ആ 4ഉം ഇതും തമ്മിൽ എന്താണ് പാരലൽ ആണ്. സോ this 4 and this is 6 parallel 3, that is 2. 2 plus 2 is 4. 4 parallel 4 is again 2. Again 2 parallel 2 is 1 ohm എന്ന് കിട്ടും. നിങ്ങൾ അതിനെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ആൻസർ ഇസ് ദിസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ സ്റ്റാർ ഡെൽറ്റ ഒന്നും ചെയ്യാൻ നോക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 38. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് ടെസ്റ്റിന് ചോദിച്ചിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ ഈ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഈ ഐയും സെയിം ആണ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് R0 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് കേസിൽ ഐ എന്താണ്? ഫസ്റ്റ് കേസിൽ ഐ എന്ന് പറയുന്നത് V/R equivalent ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ R equivalent കണ്ടുപിടിച്ച് നോക്കാം. R equivalent എന്ന് പറയുന്നത് 32 parallel to 16 parallel to 8 ആണ്. ദാറ്റ് ഈസ് R equivalent എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1/R equivalent എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/32 പ്ലസ് 1/16 പ്ലസ് 1/8 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 32 1 plus 2 plus 4 is equal to 7/32 ആണ് 1/R equivalent എന്ന് പറയുന്നത്. or R equivalent is equal to 32/7. അപ്പോൾ ഫസ്റ്റ് കേസിൽ I എന്ന് പറയുന്നത് what is I? I is nothing but V/32/7 or 7V/32 എന്നാണ് ഫസ്റ്റ് കേസിലെ ഈ I എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടുത്തെയും I. പക്ഷേ ഇവിടുത്തെ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. രണ്ടാമത്തെ കോമ്പിനേഷൻ എന്താണ്? രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1/R equivalent 2 എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് R equivalent 1 എന്ന് പറയാം. ദിസ് ഇസ് 1/R equivalent 1, R equivalent 1. 1/R equivalent 2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 പ്ലസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/4 or 1/R equivalent 2 എന്ന് പറയുന്നത് R equivalent 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 4/7 ആണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. സോ R equivalent ഇത് ഇത്രയാണ് R equivalent. നമ്മുടെ ഇവിടെ R equivalent കംപ്ലീറ്റ് അല്ല, നമ്മൾ ഈ ഇത്രയും R equivalent കണ്ടുപിടിച്ചുള്ളൂ. പ്ലസ് R0 ആണ് എന്ത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? രണ്ടാമത്തെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to സെയിം കറണ്ട് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതിൽ ക്വസ്റ്റ്യനിൽ സെയിം കറണ്ട് ആണെന്ന് പറയുന്നുണ്ട്. is equal to 7V/32 is same as എന്താണ് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R equivalent 2 എന്ന് പറയുന്നത് ടോട്ടൽ R equivalent 2 എന്ന് പറയുന്നത് R equivalent 2 is equal to 4 plus 7R0/7 ആണ്. 4 plus 7R0/2 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ അത് പ്ലസ് R0 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ V/R equivalent 2 is 4 plus 7R0 into 7. Cancel ചെയ്ത് പോകും. Or what we get here is 32 is equal to 4 plus 7R0. എങ്ങനെയാണ്? സെയിം കറണ്ട് ആണെന്ന് പറയുന്നത്. ഇഫ് ദ കറണ്ട് I remains the same, ഈ രണ്ട് കേസിലും കറണ്ട് സെയിം ആണെങ്കിൽ
28 is equal to 7R0 or ഇതിൽ നിന്ന് R0 എന്ത് കിട്ടും 4R എന്ന് കിട്ടും. R0 is equal to 28/7. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഒന്ന് രണ്ട് പേർക്കൊക്കെ എഴുതി ക്വസ്റ്റനിൽ ഡൗട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം R0 എന്ന് പറയുന്നത് 28/7 ആണ്, ആൻസർ എന്ന് പറയുന്നത് 4R ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റൻ. അത് നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാം. നമ്മുടെ പാർട്ട് ടെസ്റ്റിന് ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ്. എഗെയിൻ പാർട്ട് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നമ്മളെപ്പോഴും ഒരു 10% ക്വസ്റ്റൻസ് എപ്പോഴും സിമ്പിൾ ആയിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നോൺ ലീനിയർ സർക്യൂട്ട്. നമ്മൾ പഠിച്ചിരുന്നു ട്രാൻസിസ്റ്റർ, കണ്ടൻസർ, വയർ ബൗണ്ട് റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഐഡിയൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോർമൽ കേസിൽ വരുന്ന ഇൻഡക്ടർ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ എലമെന്റ്. കാരണം ഈ പറയുന്ന പോലെ അതിലൊരു സാച്ചുറേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതായത് സാച്ചുറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് നോൺ ലീനിയർ ആയിട്ട് വരികയാണ്. സാച്ചുറേഷൻ ഇല്ല എങ്കിൽ ഒരു എയർ കോഡ് ഇൻഡക്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലീനിയർ എലമെന്റ്. പക്ഷേ ഇവിടെ നമുക്ക് അതിനേക്കാൾ എന്താണ് നോൺ ലീനിയർ എന്ന് പറയാൻ പറ്റുന്ന ട്രാൻസിസ്റ്റർ ആണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദ ആൻസർ ഇസ് ഡി. ഡൗട്ട് വരരുത്, ഇൻഡക്ടറും ഇതും തമ്മിൽ ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ് പൂർവ്വമാണ് ഈ ഇൻഡക്ടറും ട്രാൻസിസ്റ്റർ വിട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ഒരു അയൺ കോഡ് ഇൻഡക്ടർ ആണെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു സാച്ചുറേഷൻ്റെ കേസ് വരാൻ ചാൻസ് ഉണ്ട്. അയൺ കോഡ് ഇൻഡക്ടർ ഇസ് എ നോൺ ലീനിയർ എലമെന്റ്. ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗോ വിത്ത് ട്രാൻസിസ്റ്റർ. ഓക്കെ, ക്ലിയർ ആണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ആ സെഷനിൽ പറഞ്ഞാണ്, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി നെറ്റ്വർക്ക് E1 എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ദിസ് ഇസ് 10 വോൾട്ട്, ദിസ് ഇസ് 20 വോൾട്ട്. I is equal to 10 ആംപിയർ തന്നിട്ടുണ്ട്, 10 ആംപിയർ തന്നിട്ടുണ്ട്. ഇഫ് R1 is equal to 0.2, അതായത് 1/5 ഓം ആണെങ്കിൽ വാട്ട് ഇസ് R2 എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദിസ് ഇസ് ഈ ഒരു ഇതിൽ E1 ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇത്രയും എടുക്കുക, ഈക്വൽ ടു 0 കൊടുക്കുക. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10. നമുക്കറിയാം -10 മൈനസ് 1/5 ഇൻറ്റു 10 ആംപിയർ പ്ലസ് 20 മൈനസ് R2 ഇൻറ്റു 10 ഈക്വൽ ടു 0 എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളിവിടെ എടുത്ത പൊളാരിറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഓരോന്നും എഴുതിയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നും കൂടി എഴുതാം. ദാറ്റ് ഈസ് പൊളാരിറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ ദ പൊളാരിറ്റി ഈസ് പ്ലസ് മൈനസ്. വാല്യൂ എത്രയാണ്? 10 വോൾട്ട് ആണ്. ഇങ്ങനൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ? ഇങ്ങനൊരു കറണ്ട് ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. പ്ലസ് മൈനസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടി 10 ആംപിയർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് തന്നെ R1 കൂടി എത്രയുണ്ട്? 1/5. മൈനസ് പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും 20 മൈനസ് പ്ലസ് ആണ്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. അപ്പം മൈനസ് മൈനസ് ഇതിൻ്റെ സിമ്പിൾ എന്ന് അല്ലെങ്കിൽ സോറി സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ്. അതുപോലെ തന്നെ ഇവിടെയും പ്ലസ് മൈനസ് കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10 അപ്പം ഇതിൻ്റെ പൊളാരിറ്റി ഇതിൻ്റെ പൊളാരിറ്റി ഇതിൻ്റെ പൊളാരിറ്റി സെയിം ആണ്. ഓർ വാട്ട് ഐ ക്യാൻ റൈറ്റ് is equal to that is equal to 20 is given 20 is equal to 10 plus 2 plus R2 into 10 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓർ വാട്ട് ഐ ക്യാൻ റൈറ്റ് is ഇവിടെ 12 ഉണ്ട്, 8 R2 is equal to 0.8 എന്ന് വേണമെങ്കിൽ പറയാം. സോ 0.8 is nothing but 4/5. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? R2 is equal to 0.8 ആണ്. ഇതെങ്ങനെ കിട്ടി? നമുക്ക് ഈ ഇക്വേഷൻ എഴുതുന്നതിലാണ് ഇമ്പോർട്ടൻസ്. അതിന് വേണ്ടി നിങ്ങൾ ഈ പൊളാരിറ്റി എന്തായാലും എടുക്കുക. ഇതിൽ ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇത് തന്നെയായിരിക്കും. ദാറ്റ് ഇസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. നമ്മൾ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്ന പോസിറ്റീവ് മൈനസ്. ഓൾറെഡി ഈ പൊളാരിറ്റി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് 10 വോൾട്ട് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് ഈക്വൽ ടു 0. അപ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇത് രണ്ടും എന്ത് വരുന്നു? -12 എന്ന് വരും. -12 പ്ലസ് 20 is 8 മൈനസ് 10 R2. ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ അവിടെ കിട്ടും. ഈ പറയുന്ന പോലെ നമുക്ക് ഇതിൽ നിന്ന് 0.8 എന്ന് കിട്ടും R2 എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്വസ്റ്റ്യൻ വളരെയധികം ഇതിലൊരു ഡൗട്ടും പലർക്കും ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് പഠിച്ചതാണ്. ഹിയർ ദ പവർ ഡെസിപ്പേറ്റഡ് ഇൻ 30 ohm റെസിസ്റ്റർ വിൽ ബി മാക്സിമം വെൻ ദി വാല്യൂ ഓഫ് R is. സാധാരണഗതിയിൽ ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ രണ്ടും 2 ആണ്.
ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് ഇവിടെ കോൺസ്റ്റന്റ് ഒരു റെസിസ്റ്റൻസ് മാത്രമാണ് ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഗോ ഫോർ MPT, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. പക്ഷേ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് അന്ന് പഠിച്ചിരുന്നു എടുത്ത് MPT is not valid, അത് വാലിഡ് അല്ല. MPT is not valid. കാരണം എന്താ, ഇവിടുത്തെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റും അതിൽ സോഴ്സിലുള്ള ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വേരിയബിളാണ്. അവിടെ നമുക്ക് MPT തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണം. ഇവിടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഇതായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. ഇവിടെ MPT is not valid. ഇതൊരു സ്പെഷ്യൽ കേസാണ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാരണം MPT is not valid when ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കുകയും ഇത് വേരിയബിളും ആണെങ്കിൽ നമുക്ക് MPT അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇവിടെ എങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, ഹിയർ ദ കണ്ടീഷൻ ഇസ് മാക്സിമം കറണ്ട് ഷുഡ് ഫ്ലോ. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതുവഴി കൂടെ കയറി ഷോർട്ട് സർക്യൂട്ട് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഈക്വൽ ടു 0 ഓം വരുമ്പോഴാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ പാർട്ട് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Find the Norton's equivalent circuit which describes the network. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അതിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ 50 വോൾട്ട് എന്ന് പറയുന്നുണ്ട്, ഇവിടെ -10 ആംപിയർ എന്ന് പറയുന്നുണ്ട്. നോർട്ടൺസ് ഇക്വിവലന്റ് സർക്യൂട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം നോർട്ടൺസ് ഇക്വിവലന്റ് സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, അതിന് പാരലായിട്ട് റെസിസ്റ്റൻസും ഉണ്ട് അല്ലേ. ഇതാണ് നോർട്ടൺസ് ഇക്വിവലന്റ് സർക്യൂട്ട്. ഇത് തന്നെയാണ് അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ അറിയാം. ഇവിടെ IN എന്ന് പറയുന്നത് IN ഇസ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിന്റെ ഈ രണ്ട് ടെർമിനൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണോ ആ കറണ്ട് ആണ് എന്ത് IN എന്ന് പറയുന്നത്. ഇവിടെ ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്താ, ആ ടെർമിനൽസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് ഈ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ടെർമിനൽസിനെയും പിടിച്ച് ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണോ അതാണ് I നോർട്ടൺ, അതാണ് I ഷോർട്ട് സർക്യൂട്ട് എന്നത്. ആ സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് എന്താ, 0. അതേപോലെ തന്നെ ഈ ഇതിൽ വോൾട്ടേജിൻ്റെ ക്യാരയാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ. വോൾട്ടേജ് 0 ആയിരിക്കുന്നത് എപ്പോഴാണ്, ഈ ഒരു ആക്സിസിൽ വോൾട്ടേജ് 0. ആ വോൾട്ടേജ് 0 ആവുകയെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പോയിന്റിലാണ്. അതായത് വെൻ വോൾട്ടേജ് 0 എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ സമയത്തുള്ള കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്, 10 ആംപിയർ ആണ്. സോ I ഷോർട്ട് സർക്യൂട്ട് എന്ന് നമുക്ക് ഡയറക്റ്റ്ലി ആ ക്യാരിയിൽ നിന്ന് കിട്ടും 10 ആംപിയർ. നമുക്കിതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. 10 ആംപിയർ. സോ ഇറ്റ് ക്യാൻ ബി ഐദർ B ഓർ A ആവാം. ഓക്കെ, ഇനി നമുക്ക് RN അറിയാം. നമ്മൾ സ്പെഷ്യൽ കേസസ് ഉൾപ്പെടെ തിയറംസിൽ ഒരുപാട് കേസസ് നോക്കി. വാട്ട് ഇസ് RN? നമുക്ക് V ഓപ്പൺ സർക്യൂട്ട് ബൈ I ഷോർട്ട് സർക്യൂട്ട് ആണ്. നമുക്ക് തന്നെ പറയാം I ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ V ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ കറണ്ട് എന്താണ്, ഇത് ഓപ്പൺ ആയിരിക്കുമ്പോൾ അതായത് ഈ ഒരു കേസിൽ എന്താണ് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്, ഇഫ് ദിസ് ഇസ് ഓപ്പൺ സർക്യൂട്ട്, ഇത് ഓപ്പൺ ആണെങ്കിൽ വാട്ട് ഈസ് ദ കറണ്ട് വാല്യൂ 0 ആണ്. അപ്പോൾ കറണ്ട് 0 ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണല്ലേ. ആ സമയത്തുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 50 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ബൈ I ഷോർട്ട് സർക്യൂട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്, 10 ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 5 ആണ്. സോ നമ്മുടെ ഏറ്റവും സ്യൂട്ടബിൾ ആൻസർ എന്ന് പറയുന്നത് A ആണ്. 10 ആംപിയർ ആൻഡ് 5 വോൾട്ട്. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ, കാരണം IN എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആകുമ്പോഴത്തേക്ക് എന്താണ് അതിൻ്റെ അർത്ഥം, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ഷോർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്, 0 ആണ്. ആ വോൾട്ടേജ് 0 എന്ന കണ്ടീഷനിലുള്ള കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 10 ആംപിയർ ആണ്. അതുപോലെ തന്നെ ആ സമയത്തുള്ള വോൾട്ടേജ് നമ്മൾ RN കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, VOC ബൈ ISC. V ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ 50 വോൾട്ട് ആണ്. അതിൽ നിന്ന് കറണ്ടും കണ്ടുപിടിക്കാം. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ പറയുന്ന ക്യാര വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Again, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമുക്കൊരു സ്റ്റെപ്പ് പോലും എഴുതേണ്ട ആവശ്യമില്ല. അറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ ദ പവർ ട്രാൻസ്ഫർ ടു ദി ലോഡ് ഇസ് 70 watts. വാട്ട് ഇസ് ദ ടോട്ടൽ പവർ ജനറേറ്റഡ് ബൈ ദ വോൾട്ടേജ് സോഴ്സ്? എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു അറ്റ് MPT, നമ്മൾ നേരത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അറ്റ് MPT ദ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്, 50% ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ആണ് 70 വാട്ട്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ടൈംസ് ആയിരിക്കും. നല്ല 50% വരുള്ളൂ. ആൻസർ ഇസ് ഡയറക്ട്ലി 140 watts ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സർപ്രൈസ് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ VA എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കീയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ. പലരും ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ ചിലർക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നു എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇവിടെ VA എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്.
അല്ലെങ്കിൽ ഈ നോഡാണ്, ഈ നോഡിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഈ നോഡിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡ്രോപ്പ് പ്ലസ് ഈ ഡ്രോപ്പ്, അതാണല്ലോ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിലുള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കണം. ഇതിലുള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ കൂടെയുള്ള ടോട്ടൽ കറണ്ട്, ഇവിടെ ഒരു കറണ്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു 3 ആംപിയർ വരുന്നത്. ആ 2 കറണ്ടും കൂടി എന്താണ്? അക്കോർഡിംഗ് ടു KCL നമുക്ക് ഇതുവഴി കൂടെ പോയേ പറ്റുള്ളൂ. 4 ആംപിയർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു അല്ലേ? അപ്പോൾ സോ പ്ലസ് മൈനസ് 8 വോൾട്ട് ഇവിടെ വരുന്നുണ്ടാവും. പിന്നെ ഈ 3 ആംപിയർ തിരിച്ച് ഇങ്ങോട്ട് പോയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 1 ആംപിയർ ഇങ്ങോട്ട് തിരിച്ച് വന്നേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് മൈനസ് 3 വോൾട്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് VA എന്തെന്ന് എഴുതാം? VA ഈസ് ഈക്വൽ ടു 4 into 2 പ്ലസ് മൈനസ് 3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് മൈനസ് VA എന്ന് പറയുന്നത് എന്താണ്? 11 വോൾട്ട് ആണ് ആൻസർ. VA എന്ന് പറയുന്നത് 11 തന്നെയാണ്. B എന്ന് പറഞ്ഞത് 11 വോൾട്ട് തന്നെയാണ്. ആൻസർ തെറ്റിച്ചാണ് തന്നിരുന്നത്. കീ തെറ്റിച്ചാണ് പറഞ്ഞാൽ 11 വോൾട്ട് മൈനസ് 11 വോൾട്ട് അല്ല, ആൻസർ 11 വോൾട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ. വളരെ സിമ്പിളാണ്. നമുക്ക് വേറെ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട, ഡയറക്റ്റ്ലി തന്നെ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A circuit consists of a large number of ideal resistors, one of which is R. ഓക്കെ, അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പഠിച്ചതുമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്കൊരു ഷോർട്ട് കട്ടും കൂടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഡിറൈവ് ഇതിന്റെ ഡെറിവേഷൻ ഉൾപ്പെടെ നമ്മൾ ചെയ്തതാണ്. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ നമുക്കിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് ഐഡിയൽ ലീനിയർ റെസിസ്റ്റൻസ്, ഇതിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു V2 എന്ന് പറഞ്ഞൊരു സോഴ്സ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. The power consumed by this resistance R is equal to R ഫസ്റ്റ് ടൈം കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 36 വാട്ട് ആണ്. എപ്പോൾ? when only one source is acting. ഈ V1 മാത്രം ഉള്ളപ്പോൾ ഈ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് 36 വാട്ട് ആണ്. രണ്ടാമത് അതിനെ മാറ്റി V2 എന്ന് പറയുന്നൊരു സോഴ്സ് വെച്ചു. ഞാനിവിടെ സ്വിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഇതേ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് എന്താണ്? 64 വാട്ട് ആണ്. If both sources are acting simultaneously, രണ്ട് സോഴ്സും ഞാൻ ഒരുമിച്ച് തന്നെ ഈ സർക്യൂട്ടിൽ ആക്ട് ചെയ്യുമ്പോൾ ഇതേ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന പവർ എത്ര, ടോട്ടൽ പവർ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് സ്പെഷ്യൽ കേസ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് റെസിസ്റ്റൻസിൽ. അതിൽ എന്താണ്, നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതിയോ? 100 വാട്ട്സ് കിട്ടുമോ? നമുക്ക് 100 വാട്ട്സ് ആണോ ആൻസർ? ഈ പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 വാട്ട്സ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ A ആണ്. തെറ്റാണ്. കാരണം നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, നമ്മളിത് പ്രൂവും ചെയ്തിരുന്നു. എന്താണ്? സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഇസ് നോട്ട് വാലിഡ് ഫോർ പവർ കാൽക്കുലേഷൻസ്. ഇതിന്റെ ഇത് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. ഇതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് P is equal to root of P1 plus root of P2 the whole square ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഇതിന്റെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ റൂട്ട് P1 പ്ലസ് റൂട്ട് P2, ഇനിയിപ്പോൾ മൂന്ന് വോൾട്ടേജ് സോഴ്സസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? റൂട്ട് P1 പ്ലസ് റൂട്ട് P2 പ്ലസ് റൂട്ട് P3 ദ ഹോൾ സ്ക്വയർ എന്നിട്ടാൽ മതി അല്ലേ? അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് എഴുതാം? സോ ദാറ്റ് ഇസ് റൂട്ട് P1 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 36 പ്ലസ് റൂട്ട് 64 the whole square, that is equal to 6 plus 8 the whole square, that is equal to 14 square, that is equal to 196 watt ആണ്. നമുക്ക് within seconds സോൾവ് ചെയ്യാം. ആൻസർ C ആണ്. അപ്പം ഇതിന്റെ 2-3 കാര്യങ്ങളുണ്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഇസ് നോട്ട് വാലിഡ് ഫോർ പവർ കാൽക്കുലേഷൻസ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, പവർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ I1 സ്ക്വയർ R ആണ് ഫസ്റ്റ് P1 എന്ന് പറയുന്നത്. രണ്ടാമത്തത് I2 സ്ക്വയർ R ആണ് P2 എന്ന് പറയുന്നത്. പക്ഷേ P1 പ്ലസ് P2 എന്ന് പറയുന്നത് എന്തല്ല? I1 പ്ലസ് I2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R ആണ് നമ്മുടെ ആക്ച്വൽ വാല്യൂ. അത് ഇതിന് ഈക്വലൻ്റ് ആണോ? അല്ല. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞു, അതിൻ്റെ പ്രൂഫ് എല്ലാം പറഞ്ഞു. അതിൽ നിന്ന് തന്നെ നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടും. എന്താണ്? P. ഇത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. സ്റ്റാർ ഇട്ട് തന്നെ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസസ് വരികയാണെങ്കിൽ ഇത് നമ്മുടെ സർപ്രൈസ് ടെസ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 196 വാട്ട്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ സർപ്രൈസ് ടെസ്റ്റിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ the circuit shown in the figure is connected to a load resistance ZL. For a maximum power transfer ZL should be, നമുക്ക് അറിയാം AC ആണ്, ZL എന്തായിരിക്കണം, ZTH സ്റ്റാർ ആയിരിക്കണം നമുക്കറിയാം. പക്ഷേ ആദ്യം നമ്മൾ ZTH കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇത് ഗേറ്റിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടുത്തെ ZL വേണം, ZLന്റെ ZTH ആണ്. അപ്പോൾ ZTH സ്റ്റാർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ZTH കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു Zന്റെ വാല്യൂ അറിയണം. ഇവിടെ തന്നിട്ടുള്ള എന്താണ്, നമുക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ഇൻഡക്ടറും ഉണ്ട് അല്ലേ. സോ ദിസ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരിത്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -J 3/2 1/2 1J എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. നമുക്കിതിൻ്റെ ഇക്വലൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് Z ഇക്വലൻ്റ് അല്ലെങ്കിൽ ZTH കണ്ടുപിടിച്ചാൽ മതി. വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് Z വെച്ച് കണ്ടുപിടിക്കുന്നതിന് നേരം ഗോ ഫോർ Y1 Y2 അങ്ങനെ നമുക്ക് നോക്കാം. സോ ഇവിടെ Z ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/Y ഇക്വലൻ്റ് അല്ലേ. സോ വാട്ട് ഈസ് Y ഇക്വലൻ്റ്? Y ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു Y1 + Y2 ആണ്. ഇവിടെ Y എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കണ്ടുപിടിക്കാൻ എന്നുള്ളത് Y1 Y2 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ എഗെയിൻ വാട്ട് ഈസ് Y ഇക്വലൻ്റ് അല്ലെങ്കിൽ Y1 എന്താണ്? Y1 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇതിൻ്റെ Z1 എന്തെന്നാണ് നോക്കാം. Z1 എന്ന് പറയുന്നത് എന്താണ്? 1 പാരലൽ J ആണ്. സോ J/1 + J ആണ് എന്ത് Z1 എന്ന് പറയുന്നത്. Z2 എന്താണ്? വാട്ട് ഈസ് Z2? Z2 is nothing but 1 - 3J/2 ആണ്. അപ്പോൾ എനിക്ക് Y1 + Y2 കണ്ടുപിടിച്ചാൽ Y ഇക്വലൻ്റ് കണ്ടുപിടിക്കാം അല്ലേ. സോ Y ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇതിൻ്റെ 1 + J/J പ്ലസ് 2/1 - 3J ആണ് നമ്മുടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + J ഇൻറ്റു 1 - 3J പ്ലസ് 2J ആണ് ബൈ J ഇൻറ്റു 1 - 3J എന്ന് കിട്ടും. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? വളരെ എളുപ്പത്തിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - 3J പ്ലസ് J പ്ലസ് 3 പ്ലസ് 2J ബൈ J പ്ലസ് 3 എന്ന് കിട്ടും. J പ്ലസ് 3 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 + J എന്ന് കിട്ടും. നമുക്ക് എന്താണ് 4/3 + J എന്ന് കിട്ടുന്നത്? Y ഇക്വലൻ്റ് ആണ്. സോ Y ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു 4/3 + J എന്ന് കിട്ടും. ഓർ Z ഇക്വലൻ്റ് എന്താണ്? വാട്ട് ഈസ് Z ഇക്വലൻ്റ്? 3 + J/4 ആണ്. ഇതാണ് എന്ത്? ZTH എന്ന് പറയുന്നത്. ZTH ഇത് തന്നെയാണ്. നമുക്കറിയാം ZL എന്തായിരിക്കണം? ZTH സ്റ്റാർ ആയിരിക്കണം. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - J/4 ആണ് എന്ത് ആൻസർ. So the circuit shown below, for maximum power transfer the load impedance should be എത്രയായിരിക്കണം? 3 - J/4 ആണ്. ഇതാണ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റംപ്റ്റ് ചെയ്യില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു 3 ടെസ്റ്റിൽ നിന്ന് മാത്രം തന്നെ വി ഹവ് അറ്റംപ്റ്റഡ് മോർ ദാൻ 100 ക്വസ്റ്റ്യൻസിൽ കൂടുതൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തത്. ബാക്കിയൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് ബാക്കി ഡിസ്കഷൻസ് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. താങ്ക് യു.